അപ്പനും അമ്മയും പോലും താൻ പറയുന്നത് അനുസരിച്ചിരിക്കണം എന്ന സ്വഭാവമാണ് ജോയിക്കുട്ടിക്ക് എന്നുകൂടി മനസ്സിലാക്കിയതോടെ ആലിസിന് ഉള്ളിൽ അവനെ ഭയമായി. കണ്ടോ, ഞാൻ ജോലി ചെയ്യുന്നതിന് എന്തിനാ അമ്മച്ചിയെ കുറ്റം പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടാ അമ്മച്ചി ചെയ്യാണ്ടിരുന്നത്. എന്റെ വീട്ടില് ഞാനല്ലേ പണി ചെയ്തിരുന്നത്. ഒരു ദിവസം അവൾ പരിഭവിച്ചു പറഞ്ഞു. നീ അങ്ങനെ പണിയണ്ട. അവൻ അവളുടെ കൈ പിടിച്ച് തലോടി. ഈ കയ്യില് ഒരുപാട് കരിയും ചെളിയും പറ്റണ്ട. എനിക്ക് എന്നും നിന്നെ ഇങ്ങനെ സുന്ദരി പെണ്ണായിട്ട് കാണണം. ഈ നാട്ടില് ഇത്രയും സുന്ദരിയെ ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏ അതാ പറഞ്ഞത്. ആലീസ് നിർവൃതിയോടെ അവന്റെ കരവലയത്തിൽ അമർന്നു. ജോയ്ക്കുട്ടി കെട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ജോർജ്. ജോയ്ക്കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ പാടെ ജോർജ് പെണ്ണന്വേഷണം തുടങ്ങി. ജോയ്ക്കുട്ടിയുടെ വിവാഹം നടന്ന് 4-ാം മാസത്തിൽ ജോർജിന്റെ വിവാഹവും നടന്നു. 25 പവനും 20,000 രൂപയും സ്ത്രീധനം. ഓ, ധർമ്മകെട്ട് കെട്ടിയിട്ട് എനിക്ക് അങ്ങനെ പുണ്യാളനാകണ്ട. ജോർജിന്റെ നിലപാട് അതാണ്. മക്കൾ പറയുന്നതിനോട് യോജിക്കുക മാത്രമേ അച്ചായനും അമ്മച്ചിയും ചെയ്യുന്നുള്ളൂ എന്ന് ആലിസിന് മനസ്സിലായി. അപ്പന്റെയും അമ്മയുടെയും അഭിപ്രായങ്ങൾക്ക് മക്കൾ വില കൽപ്പിക്കുന്നില്ലെന്നും സങ്കടത്തോടെ അവൾ അറിഞ്ഞു. താൻ പറഞ്ഞ സ്ത്രീധനം കിട്ടുമെന്നുറപ്പുള്ളിടത്ത് മാത്രമേ ജോർജ് പെണ്ണു കാണാൻ പോകാൻ തന്നെ തയ്യാറായുള്ളൂ. 3 പെണ്ണിനെ കണ്ടു. കണ്ടതിൽ ഏറെ ഇഷ്ടമായത് മോളിയെയാണ്. മോളിയുടെ വീട്ടില് നല്ല സൗകര്യങ്ങളുണ്ട്. ആങ്ങളമാരും ചേട്ടത്തിമാരും ഒക്കെ ജോലിക്കാർ. റബ്ബർ തോട്ടമുണ്ട്. ആകെ കൂടി നല്ല ബന്ധമായി തോന്നിയത് അതാണ്. ചോദിച്ച പണം കിട്ടുക എന്നതിലപ്പുറം സൗന്ദര്യത്തിന് വലിയ വില കൊടുക്കുന്ന ആളായിരുന്നില്ല ജോർജ്. കണ്ടാൽ മോശമൊന്നുമല്ല മോളി. ലേശം കറുത്തതാണ്. മുഖത്തിന് തെല്ലുമെലിവുണ്ട്. നീണ്ട മുഖമാണ്. ധാരാളം മുടിയും തിളങ്ങുന്ന കണ്ണുകളും അവളുടെ പ്രത്യേകതയാണ്. വില കൂടിയ പട്ടുസാരിയും കഴുത്ത് നിറയെ ആഭരണങ്ങളും 25-ലധികമുണ്ട്. പറഞ്ഞതിലും കൂടുതൽ. എല്ലാം ധരിച്ച് ഒരുങ്ങി വന്നപ്പോൾ മോളിയെ കണ്ടാൽ ആരും കുറ്റം പറയില്ല. പക്ഷേ ആഘോഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹവേളയിൽ വെച്ച് തന്നെ മോളിയുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടിയ പ്രതീതി. അവൾ വിളറിപ്പോയി. ചേട്ടത്തിയായി നിൽക്കുന്ന ആലീസിനെ കണ്ടപ്പോൾ കൊച്ചു പെണ്ണ്, ജ്വലിക്കുന്ന സൗന്ദര്യം. മോളിക്ക് വയസ്സ് 26 ജോർജിന് 28 ആകുന്നു. 30 വയസ്സുള്ള ജോയ്ക്കുട്ടി എത്തിയതോ 23 വയസ്സുള്ള ആലിസിനെ. കതിര് പോലിരിക്കുന്ന പെണ്ണ്. മോളിക്ക് നല്ല പൊക്കവും ലേശം തടിയുമുണ്ട്. ഒത്തൊരു പെണ്ണ്. എല്ലാവരുടെയും ദേഹപ്രകൃതം ഒരുപോലെ ഇരിക്കുമോ? ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ പക്ഷെ മോളിക്ക് കഴിഞ്ഞില്ല. വിവാഹാഘോഷ വേളയിലും അവളുടെ നെഞ്ച് കലങ്ങി തന്നെ ഇരുന്നു. ഉള്ളിലാകെ വിമിട്ടവും വീർപ്പുമുട്ടലും. പറഞ്ഞറിയിക്കാനാവാത്ത ഒരവസ്ഥ. ഇത്തിരി പൊന്നേ ഉള്ളൂ അവരുടെ ദേഹത്ത്. പക്ഷെ അത് തന്നെ അധികമാണെന്നേ ആരും പറയൂ. മോളിക്ക് അമർഷം തോന്നി. ഇവരുടെ മുമ്പിൽ ഒരു നോക്കുകുത്തിയെ പോലെ എല്ലാവരും തന്നെ കാണും. മോളിയുടെ ഉള്ളിൽ അപകർഷബോധമായി. അത് വേദനയുടെ മുള്ളായി അവളെ കുത്തി നോവിച്ചു. പക്ഷെ ഹൃദ്യമായി ചിരിച്ചാണ് ആലീസ് അനിയത്തിയെ എതിരേറ്റത്. ആ ചിരിക്ക് പോലും 7 അഴകുണ്ട് എന്ന് മോളിക്ക് തോന്നി. അവളുടെ മിഴികൾ ഒരു താരതമ്യ പഠനം നടത്തി. ചേട്ടനേക്കാൾ മിടുക്കനാണ് തന്റെ ഭർത്താവ്, കോമളൻ. പക്ഷെ താനോ? എന്നാലും തന്റെ ഭർത്താവിന്റെ മനസ്സ് അതീവ സുന്ദരിയായ ചേട്ടതയിൽ പതിയുമോ? ഇപ്പോഴില്ലെങ്കിലും പിന്നെയായാലും. അതല്ല, ഈ കല്യാണത്തിന് മുമ്പ് പതിഞ്ഞിട്ടുണ്ടോ? ഈ സ്ത്രീ ഏതു തരക്കാരിയാണ്? ഇടിവാളായി ആ ചിന്തകൾ മുറിപ്പെടുത്തിക്കൊണ്ട് അവളുടെ മനസ്സിൽ തറഞ്ഞു കിടന്നു. പാലത്തുങ്കിൽ എത്തിയിട്ടും പുതുമണവാട്ടിയായി അപരിചിതമായ ഒരു ചുറ്റുപാടിൽ എത്തിപ്പെട്ടതിന്റെ ഉത്കണ്ഠയെക്കാളും മോളിയെ വരിച്ച വികാരം അതുതന്നെയായിരുന്നു. ആരെങ്കിലും തന്നെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? കറുത്തതാണോ, കണ്ടാൽ മോശമാണോ എന്നൊക്കെ. ആരും താൻ കേൾക്കെ പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ പറയാതിരിക്കുമോ? എല്ലാവരുടെയും മുഖത്ത് കണ്ണില്ലേ? മോളിക്ക് കരയണമെന്ന് തോന്നിപ്പോയി. ആദ്യ രാത്രിയിൽ തന്നെ അവൾ ജോർജിനോട് ചോദിച്ചു, എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ട് കിട്ടിയതാണോ? പിന്നല്ലാതെ. ഇഷ്ടമാകാതെ കിട്ടുമോ? എന്താ മോളിക്ക് സംശയം? ജോർജ് അവളെ ചേർത്ത് പിടിച്ചു. ജോർജിന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലല്ലോ. ഞാൻ ഇത്തിരി കറുത്തിട്ടല്ലേ. എത്ര അടക്കിയിട്ടും മോളിക്ക് സത്യം പുറത്തു വിടാതിരിക്കാൻ പറ്റുന്നില്ല. എന്റെ മോളി. ജോർജ് അവളെ നെഞ്ചിലേക്ക് ചായച്ചു. മുഖം പിടിച്ചുയർത്തി. പിന്നെ കാതരമായ സ്വരത്തിൽ ചോദിച്ചു, ഈ സൗന്ദര്യമൊക്കെ ആര് നോക്കുന്നു? നിറം കറുപ്പായാലെന്താ, വെളുപ്പായാലെന്താ? പക്ഷെ മോളി പ്രതീക്ഷിച്ച ഉത്തരം അതായിരുന്നില്ല. എന്റെ തങ്കത്തിന് എന്തിനാ സൗന്ദര്യത്തിന് കുറവ്? എന്റെ കണ്ണിന് നീ ഏറ്റവും സുന്ദരിയാണ്. അങ്ങനെ അവൻ പറഞ്ഞിരുന്നെങ്കിൽ, സത്യമല്ലെങ്കിലും വെറുതെ കേൾക്കാൻ ഒരു മനസമാധാനത്തിന്. പക്ഷെ അവളുടെ പോലെ സങ്കുചിത മനസ്സായിരുന്നില്ല ജോർജിന്.
അവൻ പൂർണ്ണ തൃപ്തനായിരുന്നു. ഉള്ളിൽ കരുതിയിരുന്നത് പോലെ ഒരു ബന്ധം കിട്ടിയതിൽ പരമ സന്തോഷമാണ് അവന്. അതുകൊണ്ട് ആദ്യ രാത്രിയുടെ എല്ലാ ആവേശാനുഭൂതികളും തിങ്ങി നിറഞ്ഞ ഭാവമായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ചിരിക്കാതെ അവൻ ലൈറ്റ് അണച്ചു. കിടക്കാനായിരുന്നു അവന് ധൃതി. പുലർച്ചെ ഉണർന്ന് മോളി അടുക്കളയിൽ എത്തുമ്പോ അമ്മായിയമ്മയും ചേട്ടത്തിയും അടുക്കളയിൽ പണിയുന്നു. തെല്ലി ജാള്യം തോന്നി അവക്ക്. ആലിസ് ഹൃദ്യമായി ചിരിച്ചു. അപ്പോഴും 2 കപ്പിൽ ചായ നൽകി. ഒന്ന് ജോർജിന്, ഒന്ന് മോളി കുടിച്ചോളൂ. മോളി ഒന്നുകൂടെ നോക്കിപ്പോയി. അമ്പേ മുടിഞ്ഞ സൗന്ദര്യമാണ് ഇവർക്ക്. ഇന്നലെ അണിഞ്ഞൊരുങ്ങിയിട്ടാണെന്ന് വെക്കാം. ഇന്നോ വെറും അടുക്കള വേഷം. ഉറങ്ങി എണീറ്റ് വന്ന പാടെ. എന്നിട്ടും കത്തുന്ന ദീപത്തിനടുത്ത് കരിന്തിരി പോലെ താൻ. മോളിയുടെ തെളിഞ്ഞിരുന്ന മനസ്സ് വീണ്ടും കലങ്ങി. ഈ സൗന്ദര്യത്തിന് മുൻപിൽ മുട്ടുമുത്തി എന്നെങ്കിലും തന്റെ ഭർത്താവ് വീഴുകയില്ലേ? പോരെങ്കി ഇവരെക്കാൾ മൂത്തതാണ് ജോർജ്. മാത്രമോ ഭാര്യയായ തന്നേക്കാൾ ഇളയതും. അതുമല്ലെങ്കിൽ തന്നെയും ഇവരെയും കൂടി ജോർജ് ഒന്ന് ഒത്തുനോക്കിയാലോ? ആ താരതമ്യപ്പെടുത്തലിൽ എല്ലാം തകരുകയില്ലേ? മോളിക്ക് മനസ്സടങ്ങുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും പുകഞ്ഞു പുകഞ്ഞ് കത്തി പടരുകയാണ്. ജോർജിനോട് ചോദിച്ച് അവൾ ക്രമേണ ആലീസിനെ കുറിച്ചും ജോയിക്കുട്ടി അവളെ കെട്ടിയ സാഹചര്യവും ആലീസിന്റെ വീട്ടിലെ സ്ഥിതിയും ചങ്ങലത്തുമ്പിൽ കിടക്കുന്ന അച്ചായനെ കുറിച്ചും ഒക്കെ അറിഞ്ഞു. അതോടെ അവൾക്ക് തെല്ലാം ആശ്വാസമായി. ഈ സൗന്ദര്യം മാത്രമേ ഉള്ളൂ കൈമുതൽ, മറ്റൊന്നുമില്ല. തന്റെ വീട്ടുകാരോ? മോളി ഊറ്റം കൊണ്ടു. അവക്ക് സമാധാനമായി. ആലീസിന് അനിയത്തിയോട് സ്നേഹമായിരുന്നു. മോളി പക്ഷെ എപ്പോഴും അകന്നു തന്നെ നിന്നു. ആലീസിനെ കൊച്ചാക്കാൻ അവൾ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഓരോരോ സാധനങ്ങൾ വരുത്തി. ഷെൽഫ്, ബെഡ്, ഡ്രസ്സിംഗ് ടേബിൾ, പാത്രങ്ങൾ എല്ലാം. ഓരോന്നും കൊണ്ടുവരുമ്പോ മോളിയുടെ തല കൂടുതൽ കൂടുതൽ ഉയരും. ആലീസിന്റെ വീട്ടിൽ നിന്ന് എന്തു കൊണ്ടുവന്നു എന്നൊരു പുച്ഛഭാവം അവളിലുണ്ടായി. അക്കാമയോ അവറാച്ചനോ അതൊന്നും ശ്രദ്ധിച്ചില്ല. ആലീസ് കൊണ്ടുവരാത്തതോ മോളി കൊണ്ടുവന്നതോ അവർക്ക് പ്രശ്നമേ അല്ല. അതോടെ മോളിക്ക് വല്ലാത്ത കലിയായി. ഒരു കൂരയ്ക്ക് കീഴിൽ ആലീസിനെ പോലെ ഒരുത്തിയോടൊപ്പം കഴിഞ്ഞാൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. ആലീസിനെ എങ്ങനെ പുകച്ച് പുറത്തു ചാടിക്കാം എന്ന ഒറ്റ ചിന്ത മാത്രമായി അവക്ക് പിന്നീട്. കാരണം അവൾ വല്ലാതെ ഭയപ്പെടുന്നു. ജോർജ് ആലീസിൽ ഭ്രമിച്ചു പോകുമോ എന്ന്. എന്നെങ്കിലും അത് സംഭവിക്കും. അതിനു മുമ്പ് തന്നെ അവളെ പുറത്താക്കിയേ തീരൂ. മോളി പ്രതിജ്ഞ എടുത്തു. ഗർഭിണിയാണ് മോളി. ആദ്യത്തെ ഗർഭത്തിന്റെ ആലസ്യവും ക്ഷീണവും ഉള്ളതിലധികം അവൾ പെരുപ്പിച്ചു കാട്ടി. അക്കാമയും ആലീസും അവളെ കൊണ്ട് പണിയൊന്നും ചെയ്യിച്ചുമില്ല. മോളിയുടെ വീട്ടുകാർ വന്ന് കുറച്ചു ദിവസത്തേക്ക് അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ക്ഷീണം തീരുമ്പോ പോരാമെന്നും പറഞ്ഞു. മോളി വല്ലാതെ ഭയന്നു. കുറച്ചു ദിവസം താനിവിടെ ഇല്ലാതായാലോ? ഇന്നലെ ആലീസും ജോർജും കൂടി എന്തോ കാര്യം പറഞ്ഞ് ചിരിക്കുന്നത് മോളി കണ്ടു. ക്ഷീണം കൊണ്ട് താൻ കിടക്കുന്നത് വലിയ കുഴപ്പമാണെന്നവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. മാത്രമല്ല ജോർജിന് ഊണുമേശയിൽ വിളമ്പിക്കൊടുക്കുന്നതും ആലീസാണ്. മോളിയുടെ സമാധാനം കെടാൻ കാരണം വേറെ വല്ലതും വേണോ? സത്യം അതായിരുന്നില്ല. വിവാഹം കഴിച്ചതോടുകൂടി ജോർജ് ആളാകെ മാറുകയായിരുന്നു. അക്കാമ്മയുടെ ഭാഷയിൽ പറഞ്ഞ മൊശകോടത്തരം ഒക്കെ പിന്തള്ളി അവനിലെ മനുഷ്യത്വം തെളിയുകയാണ്. മോളി ഗർഭിണിയായെന്ന് കൂടി അറിഞ്ഞതോടെ അവൻ പാടെ മാറി. ആ മാറ്റം ഉൾക്കൊള്ളാൻ പക്ഷെ മോളിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർ വിളിച്ചിട്ടും അവൾ പോകാൻ മടിച്ചു. പക്ഷെ അക്കാമ്മയും അവറാച്ചനും മാത്രമല്ല, ഒടുവിൽ ജോർജ് കുട്ടി സമ്മതിച്ചതോടെ പോകാതിരിക്കാൻ അവൾക്ക് ഗത്യന്തരമില്ലാതായി. മോളി പോവുകയും ചെയ്തു. പക്ഷെ മോളിക്ക് വീട്ടിൽ 2 ആഴ്ച നിന്നിട്ട് ഒരു മനസമാധാനവും ഉണ്ടായില്ല. കടയിൽ നിന്ന് ജോർജ് നേരെ അവളുടെ വീട്ടിലേക്ക് ദിവസം ചെല്ലണമെന്ന് നിർദ്ദേശിച്ചാണ് അവൾ പോയത്. പക്ഷെ ദിവസവും 10-40 മൈൽ ദൂരം പോയി വരാൻ ജോർജ് കൂട്ടാക്കിയില്ല. ഇടയ്ക്ക് ചെല്ലും. അന്ന് മോളി കരച്ചിലും പിഴിച്ചിലുമായിരിക്കും. എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാ, അവള് തീർത്തു പറഞ്ഞു. അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്ഷീണിച്ച് വിഷമിച്ച് ഞാനിരിക്കുമ്പോ വീട്ടിൽ പോയി കിടന്നുറങ്ങുമോ? അവിടെ ആരിരുന്നിട്ടാ? അവിടെ ആരാ ഇല്ലാത്തത്? ജോർജ് ചിരിച്ചു. എനിക്കറിയാം. എനിക്ക് ഇത്തിരൂടെ തൊലിവെളുപ്പുണ്ടായിരുന്നെങ്കിൽ ഓടി വന്നേനേന്ന്. മോളി കരഞ്ഞു. നിനക്ക് വട്ടാ? ജോർജിന് അപ്പോഴും ചിരിയാണ്. ദിവസവും ഞാൻ ഇങ്ങോട്ട് വരാൻ കട അടയ്ക്കുമ്പോ തന്നെ 8 മണിയാവും. രാവിലെ 8 മണിക്ക് തുറക്കുകയും വേണം. അതിനിടെ 40 മൈല് ഇങ്ങോട്ടും 40 മൈൽ അങ്ങോട്ടും. വട്ടല്ലെങ്കിൽ പിന്നെ എന്താ? സ്നേഹമുള്ളവർക്ക് 40 മൈലൊന്നും ഒരു പ്രശ്നവുമല്ല, മോളി തീർത്തു പറഞ്ഞു. ഒടുവിൽ ഒന്നിടവിട്ട ദിവസമെങ്കിലും വരാമെന്ന് അവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. വരാത്ത ദിവസങ്ങളിൽ അവൾ തീ തിന്നു. വരുന്ന ദിവസം അവൾ ക്രോസ് ചെയ്തു. ആരാ ചായ തന്നത്?
ആരാ ചോറ് തന്നത്, ആരാ കിടക്ക വിരിച്ചത്, അങ്ങനെ ക്രോസിംഗ്. ഒരു ദിവസം ചെന്നപ്പോ ക്ഷീണം തീർന്നെന്നും പറഞ്ഞ് അവള് നിർബന്ധിച്ച് ജോർജിന്റെ കൂടെ പോരുകയും ചെയ്തു. എന്നാ പറയാനാ ജോർജെ, അവളുടെ ജീവൻ അവിടെയാ. പെറ്റു വളർത്തി എന്നെ പോലും അവക്കിപ്പോ വേണ്ട. വെറുതെ അവളെ നീ തീ തീറ്റണ്ട, കൊണ്ടുപോയിക്കോ, മോളിയുടെ അമ്മ പറഞ്ഞു. എന്നാ പോന്നോട്ടെ. ജോർജും മോളിയും പാലത്തുങ്കൽ വരുമ്പോൾ അവിടെ ആരുമില്ല. എല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോയിരിക്കുന്നു. അക്കാമ്മയുടെ അമ്മാച്ചന്റെ മകന്റെ കല്യാണം. മോളിക്ക് യാത്ര പാടില്ലാത്തത് കൊണ്ട് മോളിയെ ക്ഷണിച്ചില്ല. ജോർജ് ഒഴിവായതാണ്. ഒരു ദിവസത്തെ കച്ചവടം കളയുന്നത് എന്തിന്? ആലീസും ജോയിക്കുട്ടിയും അക്കാമ്മയും അവറാച്ചനും പോയി. തലേന്ന് പോയതാണ്. മോളിയെ വീട്ടിലാക്കി ഹോട്ടലിൽ നിന്ന് ആഹാരവും വാങ്ങി അവക്ക് നൽകി. ഒന്നും വച്ചുണ്ടാക്കണ്ട, കിടന്നോളാൻ നിർദ്ദേശിച്ചിട്ട് ജോർജ് കട തുറക്കാൻ പോയി. കല്യാണത്തിന് പോയവർ വന്നപ്പോ വൈകുന്നേരമായി. മോളി ഇറങ്ങി വന്നു. മോളി എപ്പോ വന്നു? ആലീസ് അവൾക്കരികിലെത്തി. മോളിയുടെ കണ്ണുകൾ വാൾമുന പോലെ അവളുടെ കഴുത്തിൽ പതിഞ്ഞു. ആലീസിന്റെ കഴുത്തിൽ മോളിയുടെ 5 പവന്റെ മാല കിടക്കുന്നു. കൈത്തണ്ടയിൽ വളകളും. മോളിയുടെ നെഞ്ചിൽ ഒരു ഇടിത്തീ വീണു. താൻ ഊരി ജോർജിന്റെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിരുന്ന ആഭരണങ്ങൾ ആലീസിന്റെ കഴുത്തിൽ. മോളിയുടെ നോട്ടവും മുഖഭാവവും കണ്ടപ്പോ ആലീസ് വിളറി. അവൾ പറഞ്ഞു, കല്യാണത്തിന് പോകാൻ വേണ്ടി ജോർജ് ചെന്നാണ്. തരുമല്ലോ, അത്രയ്ക്കല്ലേ കുഴഞ്ഞാട്ടം? എടുത്തടിക്കുന്നത് പോലെ മോളി പറഞ്ഞു. അവൾ തുറിച്ചു നോക്കി. അവളുടെ മുഖം കറുത്തിരുണ്ടു. മോളി, എന്താണ് ഈ പറയുന്നത്? ആലീസ് ചോദിച്ചു. മനസ്സിലായില്ലല്ലേ? ഞാനില്ലാത്ത തക്കം നോക്കി എന്റെ കെട്ടിയന്റെ അടുത്ത് ശൃംഗരിച്ച് എന്റെ ആഭരണങ്ങൾ തട്ടിയെടുത്തിട്ടിപ്പോ ഒന്നും അറിഞ്ഞില്ലെന്ന്. മോളി, ആലീസ് വല്ലാതെ ഞെട്ടിപ്പോയി. അനാവശ്യം പറയരുത്. നിനക്ക് കാണിക്കാം അല്ലേടി? ഞാനൊന്നും കാണുന്നില്ല, അറിയില്ല എന്ന് നീ കരുതണ്ട. നീ എനിക്ക് കണ്ടും കാതുമില്ലാന്ന് കരുതണ്ട കേട്ടോ. എനിക്കിത്തിരി സൗന്ദര്യം കുറവാ. ചേട്ടത്തിയുടെ സൗന്ദര്യം വർണ്ണിക്കലും ചേട്ടത്തിയുടെ മുഖം നോക്കി വെള്ളം ഇറക്കല അനിയന്റെ പണി. ഞാൻ അറിയില്ല എന്നൊന്ന് കരുതിയോ? മോളി കിട്ടിയ സന്ദർഭം പാഴാക്കാതെ എടുത്തടിക്കുകയാണ്. എന്താണ് ഇനി പറഞ്ഞത്? അകത്ത് മുണ്ടു മാറിക്കൊണ്ടിരുന്ന ജോയിക്കുട്ടി ചീറി വന്നു. ഈ സന്ദർഭമായിരുന്നു മോളെ ആഗ്രഹിച്ചതും. ജോയിക്കുട്ടിയെ പ്രകോപിച്ചാൽ കാര്യം നടക്കുമെന്ന് മോളിക്ക് പണ്ടേ അറിയാമായിരുന്നു. പെട്ടിയിലിരുന്ന എന്റെ ആഭരണങ്ങൾ എന്റെ കെട്ടിയവൻ എടുത്തു കൊടുത്തത് പിന്നെ ചുമ്മാതെയാ? ഇവിടെ ശൃംഗരിക്കാൻ ആളുണ്ടായിട്ടാ ഞാൻ പോയിട്ട് എന്നെ തിരക്കി ആ മനുഷ്യൻ അങ്ങോട്ട് വരാതിരുന്നത്. മോളി കൂസാതെ പറഞ്ഞു. എടീ, മിണ്ടരുത്. ജോയിക്കുട്ടി രൗദ്രഭാവം കൊള്ളുന്നത് അക്കാമയും അവറാച്ചനും കണ്ടു. അവന്റെ തനിനിറം അറിയാവുന്ന ആ തന്തയും തള്ളയും ഇടയ്ക്ക് കയറി. മോളി, നീ ഇതെന്ത് വായിച്ചാ? അല്ല, ഞാൻ അറിയാഞ്ഞ് ചോദിക്കുക. അവറാച്ചൻ പറഞ്ഞു. ഈ വീട്ടിൽ കുത്തും കൊലപാതകവും നടക്കണമെന്നാണോ നിന്റെ പ്ലാൻ? ആഭരണം അവൻ തന്നിഷ്ടത്തിന് കൊടുത്തതല്ല, ഞാനാ പറഞ്ഞു കൊടുപ്പിച്ചത്. അക്കാമ്മ പറഞ്ഞു. എന്റെ വീട്ടിലോട്ടാ പോകുന്നത്. അവരൊക്കെ വലിയ നിലയിലുള്ളവര്. നിന്റെ ആഭരണം എവിടെ വെറുതെ ഇരിക്കുകയല്ലേ? അവളൊന്നും ഇട്ടാലെന്താ? അവക്ക് ഇല്ലാഞ്ഞിട്ടല്ലേ? മോളി അക്കാമ്മയുടെ നേരെ തിരിഞ്ഞു. ക്രുദ്ധനായി തന്നെ പറഞ്ഞു. അവരോർക്കുള്ളത് അവരോരിട്ടാ മതി. ഇതെന്റെ അപ്പൻ എനിക്കുണ്ടാക്കി തന്നതൊക്കെയാ. സൗന്ദര്യം പൊലിപ്പിക്കണമെന്നുള്ളവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ കെട്ടിയവനുണ്ടാക്കി ഇടിവിക്കണം. വല്ലവരുടെയും ഇരുന്ന് മേടിച്ചിട്ട് ഉർവശി ചമയുന്നത് എന്തിനാ? ജോയ്ക്കുട്ടി പല്ല് കടിച്ചു പിടിച്ചു. അക്കാമയും വിട്ടില്ല. അവൾ എന്നാ തേച്ചൊരച്ച് കുറെ അങ്ങ് എടുക്കുവോ? ഒരച്ചല്ല, കുറച്ച് പൊട്ടിച്ചെടുത്താലോ? അല്ലെങ്കിൽ അതും കൊണ്ട് കടന്നു കളഞ്ഞാലോ? അതിനും മടിക്കില്ലാത്തോരാ. ആലിസിന്റെ തല എത്രത്തോളം ചവിട്ടി താഴ്ത്താമോ അത്രത്തോളം ആനന്ദമാണ് മോളിക്ക്. ക്രൂരമായ ആനന്ദം. അപകർഷതാബോധത്തിൽ നിന്നും വിവരക്കേടിൽ നിന്നും ഉരുത്തിരിഞ്ഞ തീർത്താൽ തീരാത്ത പകയായിരുന്നു അവർക്ക്. ഒരു സ്ത്രീക്ക് എന്നും ശത്രു മറ്റൊരു സ്ത്രീ. ആലീസ് വേദനയോട് ഓർത്തുപോയി. ഈ വീട്ടിൽ അമ്മായിയമ്മ പോരുകാരിയല്ല. പോരെടുക്കാൻ ഒരു നാത്തൂനില്ല. ആശ്വസ്തനാണ്. പക്ഷെ വന്ന നാൾ മുതൽ മോളി കുത്തുവാക്കുകൾ കൊണ്ട് തന്നെ വേദനിപ്പിക്കുന്നു. തല ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നു. ആഭരണവും കൊണ്ട് കടന്നു കളഞ്ഞാലോ എന്ന് മോളി പറഞ്ഞത് ക്ഷമിക്കാൻ എന്തായാലും അവറാച്ചനും അക്കാമയ്ക്കും കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഇവളങ്ങ് പൊങ്ങിയാലോ? ക്ഷമിക്കൂ, ഒരു അതിരില്ലേ? എന്റെ മകൻ നിന്റേതും കൊണ്ട് കടന്നു കളയുമെന്നല്ലോടി ചൂലെ നീ പറഞ്ഞത്? ഹാ, കൊറോണ അടിച്ചു പോച്ചാലുണ്ടല്ലോ. വന്ന ദിവസം തൊട്ട് ഞാൻ കാണുന്നതാ. ഞാൻ അറിയില്ല എന്നൊന്നും നീ കരുതണ്ട. ക്ഷമിക്കും തോറും തലേ കയറി നിരങ്ങുന്നോ? നീ വലിയ മുഴുത്തടുത്തുനിന്ന് വന്നതാണെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി കേട്ടോടി. അക്കാമ വിരൽ ചൂണ്ടി അടുത്തു. ഉവ്വേ, ഇല്ലെങ്കിൽ എന്നെ മൂക്കി കയറ്റോ? ചോദിച്ചും അക്കാമയുടെ കൈക്കിട്ട് ഒരു തട്ടു കൊടുത്തു മോളി. എടി, ജോയ്ക്കുട്ടി ഒട്ടും മടിച്ചില്ല. അവളുടെ കയ്യിൽ കയറി പിടിച്ചു.
ചീ, വിടടാ. മോളി അവന്റെ കൈ തട്ടി തെറിപ്പിക്കാൻ ശ്രമിച്ചതും കൈ ഓങ്ങിയതും ഒപ്പം കഴിഞ്ഞു. മോളി ഓങ്ങിയ കൈയിൽ ജോയി കയറി പിടിച്ചു മാറ്റിയിട്ട് കൊടുത്തു അവളുടെ കരണത്ത് ആയത്തിലൊരെണ്ണം. നീ അത്രയ്ക്കായോ? എന്റെ നേരെ കൈ ഉറങ്ങാറായോ? കൈ ഞാൻ വെട്ടുമടി, നിനക്കെന്നെ അറിയത്തില്ല. ഹാ, ജോയിക്കുട്ടി അലറി. ആലീസ് നടുങ്ങിപ്പോയി. അനിയത്തിയെ തല്ലിയിരിക്കുന്നു, അതും പോരാത്ത മോളിയെ. അക്കാമ്മയും അവറാച്ചനും സ്തംഭിച്ചു പോയി. ജോയിക്കുട്ടി കലി തുള്ളി. ആലീസ് ഊരി കയ്യിൽ വെച്ച മോളിയുടെ ആഭരണങ്ങൾ അവൻ പിടിച്ചു മേടിച്ചു. എന്നിട്ട് അക്കാമ്മയെ സമീപിച്ച് ആക്രോശിച്ചു. നിങ്ങൾ ഒരൊറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. ഇവളുടെയൊക്കെ ആഭരണം എരവ് മേടിച്ച് എന്റെ പെമ്പിള്ളേനെ ഇടിപ്പിച്ച് പ്രദർശിപ്പിക്കാഞ്ഞിട്ട് നിനക്ക് എന്നാ സൂക്കടായിരുന്നു. നോക്ക്, ജോയിക്കുട്ടി അറിയാമല്ലോ. ജോയിക്കുട്ടിയുടെ തനി ഗുണം കാണിക്കണോ? പറ, കാണിക്കണോ? അക്കാമ്മ ഭയന്നുപോയി. അവറാച്ചനും ഉണ്ടായി തെല്ലു ഭീതി. ജോയിക്കുട്ടി മോളിയുടെ നേരെ തിരിഞ്ഞു. നീ എന്താടി പറഞ്ഞത്? എന്താണ്? ആഭരണം കൊണ്ട് ഞാൻ കടന്നു കളഞ്ഞാലോ എന്ന് അല്ലേ? എന്നാൽ അതൊന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. നോക്ക്, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നില്ലേ കത്തി ഞാൻ കുത്തിക്കയറ്റും. വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ ഞാൻ പുറത്തെടുക്കും. കാണണോ നിനക്ക്? മോളി സത്യത്തിൽ ഭയന്നുപോയി. അവൻ ഇത്രയ്ക്ക് ഭീകരനാണെന്ന് മോളിക്ക് ഇന്നേ മനസ്സിലായുള്ളൂ. പൂച്ച പോലെ ഇരുന്നവനല്ലേ ഇപ്പോ. അക്കാമ്മ വല്ല വിധത്തിലും ശബ്ദം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. അവർ താക്കീതോടെ പറഞ്ഞു. ജോയിക്കുട്ടി, നീ കാണിച്ചത് തെമ്മാടിത്തമരമാ. നിനക്ക് എന്നാ കാര്യ അവളെ തല്ലാൻ? പോട്ടെ, അവിടെ ആഭരണം പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാ? കൊടുക്കടാ അങ്ങോട്ട്. നിന്നേക്കാൾ മൂർഖനാ നിന്റെ അനിയൻ, അത് നിനക്കറിയാമല്ലോ. ഓ, അവൻ എന്നെ ഞൊട്ടും. ജോയിക്കുട്ടി ഒച്ചയെടുത്തു. അക്കാമ്മ നെഞ്ചിൽ കൈവച്ച് മേൽപോട്ട് നോക്കി കുരിശു വരച്ചു. അതോടെ ആലിസിന്റെ ദേഹത്ത് മൊത്തം ഒരു വിറയൽ ബാധിച്ചു. മക്കളെ ശരിക്കറിയാവുന്ന അമ്മച്ചിയാണ് കുരിശു വരച്ചത്. ജോയിച്ചായൻ മോളിയുടെ കയ്യിൽ പിടിച്ചത് ശരിയായില്ല. അവൾ കൈ ഓങ്ങിയിരിക്കാം, എന്നാലും അവളെ തല്ലിയത് ഒട്ടും ശരിയായില്ല. അവൾ കാരണമുണ്ടാക്കിയതായിരിക്കും, എന്നാലും അവൾ ഗർഭിണിയല്ലേ. ഒക്കെ കഴിഞ്ഞിട്ടാ ആഭരണവും വച്ചിരിക്കുന്നു. അത് വാങ്ങിയിടണ്ടെന്ന് താൻ വിലക്കിയതാണ്. അമ്മച്ചി തന്നെയാണ് ജോർജിനോട് ആഭരണങ്ങൾ വാങ്ങിയത്. സ്വർണം ആർക്കിടാം, തേഞ്ഞു പോകത്തൊന്നുമില്ലാന്നും പറഞ്ഞായിരുന്നു അത് ഇടിവിച്ചതും. മോളി ഇന്ന് വരുമെന്നൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. അതുകൊണ്ടാണ് അമ്മച്ചിക്ക് പൊങ്ങച്ചം കാട്ടാനായി താൻ അത് ഇട്ടത്. അതിങ്ങനെയായി. ആലീസിന് വല്ലാതെ ഭീതി തോന്നി. അശുഭമായ ഒരുപാട് ചിന്തകൾ അവളുടെ തലച്ചോറിൽ കടന്നൽ കൂടിളക്കി വിട്ടു. ജോയിക്കുട്ടി ഒന്നും കാര്യമാക്കിയില്ല. ചാടി മുറ്റത്തിറങ്ങി. ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തു. ആലിസ് പിന്നാലെ ഓടി ചെല്ലുമ്പോഴേക്കും ഓട്ടോറിക്ഷ ഗേറ്റ് കടന്നു കഴിഞ്ഞിരുന്നു. ഭീതി കൊണ്ട കണ്ണുകളുമായി ആലിസ് തിരിച്ചു വന്നു. കാർക്കോടകന പെണ്ണെ അവൻ. എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയായിരുന്നു അക്കാമ്മയുടെ സംസാരം. കുറച്ചു നാളായി കുറെ അടക്കം ഉണ്ടായിരുന്നതാ. ചൊവ്വാകുന്ന ലക്ഷണമാ രണ്ടിനും എന്ന് കരുതി. പക്ഷെങ്കില് മൂർഖന്മാരുടെ പത്തി പൊങ്ങാതിരിക്കുവോ? സ്നേഹാർദ്ദനായ ജോയിച്ചന് മൂർഖൻ എന്നൊരു പര്യായം കൂടി ഉണ്ടോ? ഉണ്ടാവണം. പറയുന്നത് പെറ്റമ്മയാണ്. തന്ത പാവമാ അന്നും ഇന്നും. പക്ഷെങ്കില് ഞാൻ പെറ്റിട്ടത് മൂർഖൻ കുഞ്ഞുങ്ങളായിപ്പോയി. എന്റെ കാലദോഷം. അക്കാമ്മയ്ക്കും കണ്ണു നിറഞ്ഞു. മക്കള് കാരണം ഇന്നോളം മനസ്സമാധാനം ഇല്ലാണ്ട എന്റെ ജീവിതം. പ്രാർത്ഥിക്കാത്ത ഒരു നിമിഷവും ഇല്ല. പെണ്ണ് കെട്ടിക്കാൻ ഞാൻ എത്ര പാടുപെട്ടതാ. രണ്ട് പെമ്പിള്ളേര് വന്നപ്പോ എല്ലാം ആയിന്ന് കരുതിയത് ഒക്കെ താറുമാറായി. ഇനി എന്നാ പുക്കാറാ ഇവിടെ ഉണ്ടാകാൻ പോണത്. അവളാണെങ്കിൽ അവന്മാർക്ക് ചേർന്ന് ഒരുത്തി. നിന്റെ കാര്യം ഓർക്കുമ്പോഴാ. അക്കാമ്മ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സ്വയം എന്നതുപോലെ പറഞ്ഞു. ഒരുത്തി മതി ഒരു കുടുംബം കുളം തോണ്ട. ഇവിടുത്തെ സമാധാനം ഇല്ലാണ്ടായോ കർത്താവേ. ഇവന്മാര് രണ്ടും കൂടെ നേർക്ക് നേരെ നിന്നാല് എന്റെ കർത്താവേ എന്നെ അങ്ങ് വിളിച്ചോളണേ. ആലീസ് വിറങ്ങലിച്ചു നിന്നു. അവളുടെ എല്ലാ സൗഭാഗ്യങ്ങളും അസ്തമിക്കുകയാണോ? ഈ ലോകം അപ്പാടെ ഇരുളുകയാണോ? അതെ, ഇരുളിൽ തപ്പി തപ്പി നടക്കുന്ന ഒരു ചെറിയ ബിന്ദുവായി മാറുന്നത് അവൾ അറിഞ്ഞു. അതവളെ വല്ലാതെ ഭയപ്പെടുത്തി. 8 മണിക്ക് കടയടച്ച് ജോർജ് വന്നു. ആലീസ് ഭയന്ന് അക്കാമ്മയുടെ പിന്നിൽ ഒളിച്ചു. ജോർജ് വരുന്നതും കാത്ത് വാതിൽക്കൽ നിൽക്കുകയാണ് മോളിയുടെ പതിവ്. പതിവിന് വിപരീതമായി ഇന്ന് മോളിയെ കണ്ടില്ല. അതോടെ ജോർജിന് ഉത്കണ്ഠയായി. ഗർഭിണിയല്ലേ? തുടക്കക്കാരിയും. എന്തെങ്കിലും അസുഖമാണോ? ആ വെപ്രാളത്തിലാണ് മുറിയിലേക്ക് ചെന്നത്. ചെന്നപ്പോഴേ കിടക്കുകയാണ് മോളി. കരയുന്നുണ്ട്. ജോർജിന്റെ ഉള്ളൊന്ന് കാളി. എന്താ, എന്തു പറ്റി? അവന് വെപ്രാളത്തോടെ തന്നെ അവളുടെ മുഖം പിടിച്ചു തിരിച്ചു. മോളി, എന്തിനാ നീ കരയുന്നത്? പെട്ടെന്ന് പറയേ, ഡോക്ടറെ കാണണോ? എന്നെ തൊടണ്ട. അവൾ പിഴഞ്ഞു മാറിയിരുന്നു. എന്നിട്ട് ക്രുദ്ധയായി തന്നെ നോക്കി. കണ്ണിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. എന്താ മോളി, നിനക്ക് എന്തു പറ്റിയെന്ന് ജോർജ് അമ്പരപ്പോടെ ചോദിച്ചു.
വലിയൊരു സ്നേഹക്കാരൻ. എനിക്കറിയാം. 2 ആഴ്ച തികച്ച് ഞാൻ മാറി നിന്നില്ല. അപ്പോഴേക്കും അവളുടെ കൂടെയായി. അവളുടെ കൂടെയോ? ജോർജ് അമ്പരന്നു. അറിയത്തില്ലായിരിക്കും. ഇവിടെ ഉണ്ടല്ലോ ഒരു സുന്ദരി കോത. ചേട്ടനും അനിയനും കൂടെ ഒരുത്ത മതിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കെട്ടിയത്? എനിക്ക് ഇങ്ങനെ ജീവിക്കണ്ട. മോളി കരച്ചിൽ തന്നെ. മോളി! ജോർജിന് ക്ഷമ കിട്ടു. മോളി തന്നെ. ഇത്ര ഉറക്കെ വിളിക്കുന്നത് എന്തിനാ? ഞാൻ പറയുന്നത് സത്യമല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ എന്റെ ആഭരണങ്ങൾ അവൾക്ക് കൊടുക്കുവോ? ജോർജിന് കാര്യം മനസ്സിലായി. അത് പിന്നെ കല്യാണത്തിന് പോകാനായിട്ട് അമ്മച്ചി. ഉവ്വോ, അമ്മച്ചി. എനിക്കറിയാം. നിങ്ങളുടെ കണ്ണ് അവളുടെ മോന്തയ്ക്കാ. അല്ലേലും അവക്കാ ഇവിടെ സ്ഥാനം. നിങ്ങളും അവക്ക് സൈഡാ. ഒക്കെ എനിക്കറിയാം. ഞാൻ എത്ര പൊട്ടിയൊന്നല്ല. ഞാൻ ഇത്രക്കേ ഉള്ളൂന്ന് അയാൾക്കറിയാം. അതല്ലേ അയാൾ എന്റെ കരണത്തടിച്ചത്? മോളി ഉറക്കെ കരഞ്ഞു. കരണത്തടിച്ചോ? ആര്? ജോർജ് അമ്പരന്നു. ആരാ? നിങ്ങളുടെ ചേട്ടൻ. അയാളെ കുറിച്ച് ഞാൻ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇത്ര തെമ്മാടിയും പോക്കിരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അയാൾ എന്റെ കയ്യെ കയറി പിടിച്ചു. എന്റെ കരണത്തടിച്ചു. എന്റെ ആഭരണം ഞാനില്ലാത്തപ്പോ മേടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചതിന്. നീ ആരാടി ചോദിക്കാനെന്ന് ചോദിച്ച ഒറ്റ അടി. ജോർജിന്റെ രക്തം തിളച്ചുപോയി. തന്റെ ഭാര്യയുടെ കയ്യിൽ കയറി പിടിക്കുക, എന്നിട്ട് കരണത്തടിക്കുക. ആര്? തന്റെ ചേട്ടൻ. ചേട്ടനോ? പോക്കി, തെമ്മാടി. എന്നോട് എന്തോ ആകാം. ആരാ ചോദിക്കാൻ? അതുകൊണ്ടല്ലേ അയാൾ എന്റെ ആഭരണങ്ങൾ പിടിച്ചു പറിച്ചു കൊണ്ടുപോയത്? മോളി അവന്റെ വാശി ഊതി ഊതി ആളി പടർത്തുകയാണ്. ആഭരണങ്ങളോ? ആര് പിടിച്ചു പറിച്ചു? ജോർജ് ചാടി എണീറ്റു. അവൻ അടിമുടി വിറച്ചു. നിങ്ങളുടെ ചേട്ടൻ. അത് അയാൾക്ക് വേണമെന്ന്, തിരിച്ചു തരില്ലെന്ന്. ഓഹോ! ജോർജ് ഒറ്റപ്പാച്ചിൽ അടുക്കള ഭാഗത്തേക്ക്. അമ്മച്ചി! അമ്മച്ചി! അലർച്ചയാണ്. എന്നാടാ? ആ വിളി പ്രതീക്ഷിച്ചാണ് നിന്നതെങ്കിലും അത് കേട്ടപ്പോൾ അക്കാമയ്ക്ക് കിടുകിടുപ്പുണ്ടായി. അതിലേറെ കിടുകിടുപ്പോടെ ആലീസും എത്തി നോക്കി. എന്തിയെ നിങ്ങളുടെ മൂത്ത മകൻ? ജോർജ് രണ്ടും കൽപ്പിച്ചങ്ങനെ നിന്നു. മൂത്തവനും ഇളവനും എവിടാ പോകുന്നതെന്ന് കൃത്യ അമ്മച്ചിയോട് എന്നും പറഞ്ഞിട്ടാണല്ലോ പോക്ക്. അക്കാമ പരിഹസിച്ചു. ദേ, ചൊറിയുന്ന വർത്തമാനം പറയല്ലേ. ആ തെണ്ടിയെ ഞാനിന്ന് ശരിയാക്കും. അവൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടു. അക്കാമ കൂസാതെ നിന്നു. ഓഹോ, കണ്ടോണ്ട് നിന്ന് രസിച്ചു. പിന്നല്ലാണ്ട് ഞാനും തല്ലണോ? അവൻ നിന്റെ ചേട്ടനല്ലയോ? ഇവളെന്തിനാ അവനെ തല്ലാൻ കൈയോങ്ങിയത്? എന്റെ കയ്യെ കയറി പിടിച്ചിട്ടാ. എന്റെ ദേഹത്ത് തൊട്ട ആരായാലും ഞാൻ അടിക്കും. പിന്നാലെ വന്ന മോളി പറഞ്ഞു. എന്നാ കൊണ്ടത് മേടിച്ചോടി. അക്കാമയ്ക്കും കലി വന്നു. ആഹാ, അത് ശരി. എന്നാ പിന്നെ എനിക്കും ആകാലോ. പറഞ്ഞതും ജോർജ് പാഞ്ഞു ചെന്ന് ആലീസിന്റെ കയ്യിൽ പിടിച്ചു. അയ്യോ! അവള് നിലവിളിച്ചു പോയി. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മോളിക്ക് അത് പിടിച്ചില്ല. അവസരം കിട്ടിയത് പാഴാക്കാതെ തന്റെ ഭർത്താവ് അവളുടെ കയ്യിൽ കയറി പിടിച്ചിരിക്കുന്നു. ജോർജ് പക്ഷെ പിടിച്ചതും കൈയോങ്ങിയതും ഒപ്പമായിരുന്നു. പകരത്തിന് പകരം. അതാണ് അവന്റെ ന്യായം. പക്ഷെ അടി വീഴും മുമ്പ് അവറാച്ചൻ അവന്റെ ഓങ്ങിയ കരത്തിൽ പിടിച്ചു. വിടടാ അവളെ, അവറാച്ചൻ പറഞ്ഞു. അപ്പൻ ഇതിൽ ഇടപെടണ്ട. എന്റെ ഭാര്യ തല്ലിയാ ഞാനും തല്ലും. ജോർജ് ചീറി. തല്ലിയാനെ തല്ലടാ. അവൾ എന്ത് പഴിച്ചു? എന്റെ ഭാര്യക്കിട്ട് തല്ലിയവന്റെ ഭാര്യക്കിട്ട് ഞാൻ തല്ലണം. അതാ ആണത്തം. അവനിങ്ങ് വരട്ടെ. ഞാൻ തന്ന ആഭരണങ്ങള് എന്റെ കൈവെള്ളയിൽ വെച്ച് തന്നില്ലെങ്കിൽ അമ്മച്ചി 3 തരം. ഒന്നുകിൽ അവന്റെ കുടല് കുത്തിയെടുക്കും, അല്ലെങ്കിൽ അവനെ ഞാൻ പോലീസിലേൽപ്പിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. പറഞ്ഞതും ആലിസിന്റെ കൈക്കിട്ട് ശക്തമായി തട്ടിക്കൊണ്ടവൻ പിടിവിട്ടു. അവളുടെ കൈ ഭിത്തിമേൽ തട്ടി വല്ലാതെ വേദനിച്ചു പോയി. നിന്റെയൊക്കെ ബലാബലം പോലെ ചെയ്യടാ. നിന്നെയൊക്കെ പണ്ടേ ഞാൻ ഉപേക്ഷിച്ചതാ, അവറാച്ചൻ നിരാശയോടെ പറഞ്ഞു. 2 പെൺപിള്ളേര് വന്നപ്പോഴെങ്കിലും നീയൊക്കെ കുറെ അടങ്ങുമെന്ന് ഞാൻ കരുതി. വന്നവളുമാര് നിങ്ങൾക്ക് ചേരുന്നോര്. കൊല്ലുവോ തിന്നുവോ എന്താന്ന് വെച്ചാ ചെയ്യ്. നിനക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പൈസ ചെലവാക്കി. എല്ലാം ഉണ്ടായിരുന്നെങ്കിലേ 3-4 ഏക്കർ സ്ഥലം മേടിക്കായിരുന്നു. പോലീസിൽ പോകുന്നത് കൊള്ളാം. പണ്ടത്തെ പോലെ ഈ അവറാച്ചം വന്ന് ജാമ്യത്തിലിറക്കുന്നോ കേസില്ലാണ്ടാക്കുന്നോ കരുതണ്ട. ഞാൻ ആ പണി നിർത്തിക്കളഞ്ഞു. അവറാച്ചൻ സഹികേടോടെ പുറത്തേക്കിറങ്ങി. ആലീസ് നടുക്കത്തോടെ അറിഞ്ഞു. ജോയിക്കുട്ടിയും ജോർജും പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. കേസുകൾ പലതാണ്. ഏത് കേസായിരുന്നാലും എല്ലാ തവണയും പണം മുടക്കി സ്വാധീനമുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് അവരെ ഇറക്കിക്കൊണ്ടുപോകുന്നതും കേസില്ലാതാക്കിയതും അപ്പനാണ്. ഇവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. അനിയൻ ചേട്ടനെ കുറിച്ച് പറയുന്നത്, മക്കൾ അപ്പനോട് അമ്മച്ചിയോട് സംസാരിക്കുന്നത്, അപ്പനും അമ്മച്ചിയും മക്കളോട് സംസാരിക്കുന്നത് എന്തൊക്കെയാണ്? ആലീസിന് അമ്പരപ്പാണ്. 18 വർഷമായി ചങ്ങലയിൽ കിടക്കുന്ന ഉപദ്രവമല്ലാതെ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു അപ്പനുണ്ട് ആലീസിന്. ഇന്ന് വരെ ധിക്കാരമായി ഒരക്ഷരം പോലും അപ്പനോട് സംസാരിക്കാൻ അമ്മച്ചി സമ്മതിച്ചിട്ടില്ല. ഈ വീട്ടിൽ എന്താ ഇങ്ങനെ? അപ്പനും മക്കളോടും മക്കൾക്ക് അപ്പനോടും ഒരു ബന്ധവും ഒരു ബാധ്യതയും ഇല്ലാത്തതുപോലെ, അന്യർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ, അന്യർ പെരുമാറുന്നത് പോലെ. പരസ്പരം ആരോടും സ്നേഹമില്ലാത്ത ഈ വീട്ടിൽ
തനിക്കായി ഒരിറ്റു സ്നേഹം ആരിൽ നിന്ന് കിട്ടും? എനിക്ക് നിന്നെ മാത്രം മതി ആലി എന്ന് കല്യാണത്തിന് മുമ്പ് അരുമയായി പറഞ്ഞ ജോയി ചായനിൽ നിന്നോ കിട്ടുമോ? മുൻകാല ചരിത്രങ്ങൾ അറിയും തോറും ആലീസിന് വിശ്വാസം കുറയുന്നു, ഭയമേറുന്നു. എപ്പോഴാണ് ജോയി ചായന്റെ സ്വഭാവം മാറുക? താൻ കാണുന്ന ഇപ്പോഴത്തെ മുഖംമൂടി അഴിഞ്ഞു വീഴുക? ആലീസ് ആ ഭയപ്പാടോടെ തന്നെ കാത്തിരുന്നു. ജോയിക്കുട്ടി രാവേറെ ആയിട്ടും വന്നില്ല. ഭയം തേരട്ടയായി അവളുടെ പെരുവിരൽ മുതൽ നെറുക് വരെ ഇഴഞ്ഞു. ഉറക്കം എത്തി നോക്കാതെ തടിച്ച കൺപോളുകളുമായി അവൾ നേരം വെളുപ്പിച്ചു. നേരം പുലർന്നിട്ടും ജോയിക്കുട്ടി വന്നില്ല. 6 മാസമായി അവൾ ഭർത്തൃനദിയായിട്ട്. ആദ്യമായിട്ടായിരുന്നു ജോയിക്കുട്ടി ഇല്ലാതെ ഒരു രാത്രി കഴിഞ്ഞുകൂടുന്നതും. അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും അവൾക്കുണ്ടായിരുന്നു. ചിലപ്പോ അവൻ വഴക്കുണ്ടാക്കാറുണ്ട്. എന്നാലും ഒരിക്കലും രാത്രിയിൽ വരാതിരുന്നിട്ടില്ല. അതുമാത്രമല്ല, ആഭരണങ്ങളുമായിട്ടാണ് അവൻ പോയതും. എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അതുമല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലല്ലേ അവൻ പോയത്? വണ്ടി എവിടെയെങ്കിലും ചെന്ന് അയ്യോ, അവൾക്ക് അത് ഓർക്കാൻ പോലും വയ്യ. എന്നാലും ജോയിക്കുട്ടി നല്ലോണം മദ്യപിക്കും, അത് അവൾക്കറിയാം. പലതവണ മദ്യപിച്ച് ലക്കുകെട്ട് വന്നിട്ടുണ്ട്. മദ്യപിച്ചാൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പോവുകയും ചെയ്യും. ഇന്നലെ ഇവിടെ വഴക്കും കഴിഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ വല്ലതും സംഭവിച്ചോ? അതോ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടോ? ആഭരണങ്ങൾ പോയെങ്കിൽ പോട്ടെ, പകരം തനിക്കുള്ളതെല്ലാം ഊരിക്കൊടുക്കാം. ആളെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. ആലീസ് മെല്ലെ അടുക്കളയിലെത്തി. അമ്മച്ചി തിരക്കിട്ട് പണിയിലാണ്. ഒരു മകൻ രാത്രിയിൽ വന്നില്ല. അമ്മച്ചിക്ക് അതൊരു പ്രശ്നമേ അല്ല. അമ്മച്ചി ജോയിച്ചായം വന്നില്ലല്ലോ, ആലീസ് സങ്കടത്തോടെ പറഞ്ഞു. വന്നില്ലേ? വരും. തോന്നിയെടുത്ത് കിടന്നേച്ച് തോന്നുമ്പോ വരും. വരുമ്പോ വരട്ടെ. നീ ആ തേങ്ങ ഒന്ന് ചരണ്ട് പെണ്ണെ, കടല വെന്ത അരപ്പ് ചേർക്കാറായി. അക്കാമ നിസ്സാരമായി പറഞ്ഞു. ആലീസ് തേങ്ങാമുറി എടുത്തു. ജോയിക്കുട്ടി അന്ന് പകലും വന്നില്ല, രാത്രിയും വന്നില്ല. ആലീസ് വല്ലാതെ തളർന്നുപോയി. കരച്ചിലൂടെ അവൾ കിടപ്പായി. അവൻ എവിടെ ഒളിച്ചാലും എന്റെ കൈ കിട്ടും. കിട്ടിയാ ജോർജ് ആരാണെന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ജോർജ് ഇടയ്ക്കിടെ ശബ്ദം ആവർത്തിച്ചു. അത് കേൾക്കുമ്പോ ആലീസ് വല്ലാതെ ഭയന്ന് പിടയും. ജോർജ്, ഇത്തവണ ക്ഷമിക്കണേ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എങ്ങനെയും ഞാൻ ആ ആഭരണങ്ങൾ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞവനെ സമാധാനിപ്പിക്കണമെന്ന് ആലീസ് പലതവണ ഓർത്തു. പക്ഷെ മോളി തെറ്റിദ്ധരിക്കും, ചീറും, വേറെ കഥയുണ്ടാക്കി പറയും. ആലീസ് അവളെ ഭയന്നു. 3-ാം ദിവസം ഉച്ച കഴിഞ്ഞപ്പോ ജോയിക്കുട്ടി വന്നു, ഓട്ടോറിക്ഷയിൽ തന്നെ. അത് അവന്റേതല്ല താനും. ജോർജ് 2 ദിവസം വീട്ടിൽ ചേട്ടനെ കാത്തിരുന്നു. പിന്നെ കട തുറക്കാൻ വേണ്ടി പോയി. ജോയിക്കുട്ടി വരുമ്പോ ജോർജ് ഇവിടെ ഉണ്ടാവരുതേ എന്ന് മാത്രമായിരുന്നു ഒടുവിൽ ആലീസിന്റെ പ്രാർത്ഥന. അത് ഫലിച്ചു. അവൻ വന്നു, നന്നായി മദ്യപിച്ചിട്ട് തന്നെ. അവറാച്ചൻ ഉച്ചയൂണ് കഴിഞ്ഞ് ഒന്ന് നടുവ് ചായ്ക്കാൻ കിടക്കുമ്പോഴാണ് ജോയിക്കുട്ടിയുടെ രംഗപ്രവേശം. 3 ദിവസമായി ആദിയും വേദനയും സഹിച്ച് ആഹാരം പോലും കഴിക്കാതെ അവന് വേണ്ടി പ്രാർത്ഥനയോടെ കഴിഞ്ഞ ആലീസിനെ അവൻ അന്വേഷിച്ചില്ല. പകരം നേരെ അവറാച്ചൻ കിടക്കുന്ന ചാവടിയിലേക്ക് ചെന്നു. അപ്പാ, ജോയിക്കുട്ടി വിളിച്ചു. അവറാച്ചൻ കണ്ണു തുറന്നു. 3 ദിവസം മുമ്പ് ഇറങ്ങിപ്പോയ വേഷത്തിൽ തന്നെയാണ് അവൻ ഇപ്പോഴും. അത് വല്ലാതെ മുഷിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. അവറാച്ചൻ എണീറ്റിരുന്നു. അവനെ ക്രുദ്ധനായി നോക്കി. അപ്പാ, എനിക്കൊരു 17,000 രൂപ വേണം, ജോയിക്കുട്ടി പറഞ്ഞു. അവറാച്ചൻ മിണ്ടിയില്ല. അതേ നോട്ടം നോക്കി. ഞാൻ എന്റെ ഓട്ടോറിക്ഷ വിറ്റു. വിറ്റോ? അവറാച്ചൻ ഞെട്ടിപ്പോയി. ആ, വിറ്റു. ആരോട് ചോദിച്ചിട്ട്? അവറാച്ചൻ ചാടി എണീറ്റു. ആരോട് ചോദിക്കാൻ? എന്റെ വണ്ടി ഞാൻ വിറ്റു. എടാ എന്തരവനെ, കാശ് മുടക്കിയത് നിന്റെ തന്തയാ, അതറിയാവോടാ? ആ, അതറിഞ്ഞിട്ടാ ഇപ്പൊ കാര്യം, ജോയിക്കുട്ടി പുച്ഛിച്ചു. ഓട്ടോറിക്ഷ വിറ്റിട്ട് ആ രൂപ നീ ആരുടെ നെഞ്ചത്തിട്ടു? ആരുടെയും നെഞ്ചത്തിട്ടില്ല, എന്റെ ഉണ്ട്. കുറച്ച് കാശൂടെ വേണം. എനിക്ക് കാറ് മേടിക്കണം, ടൂറിസ്റ്റ് ടാക്സി. എനിക്കും 10 കാശുണ്ടാക്കണം. ഞാനൊരു വണ്ടിക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അത് മേടിക്കണം. ഒക്കെ പിന്നത്തെ കാര്യം, അവറാച്ചൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു. നീ ഇവിടുന്ന് കൊണ്ടുപോയ ആഭരണങ്ങൾ ആദ്യം എവിടെ വെക്ക്, എന്നിട്ട് ബാക്കി കാര്യം. വച്ചില്ലെങ്കിലോ? ജോയിക്കുട്ടി, നിന്റെ അനിയന്റെ സ്വഭാവം നിന്നേക്കാ മോശമാ, അറിയാലോ. ആഭരണം എവിടെ വെച്ചിട്ട് പോകുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ എന്നാ ആ തെണ്ടി എന്റെ തല വീശുവോ? എന്നാൽ അതൊന്ന് കാണട്ടെ. അവന്റെ പെമ്പിളയും കൂടെ വരട്ടെ തലയെടുക്കാൻ, ജോയിക്കുട്ടി ഉച്ചത്തിൽ പറഞ്ഞു. അപ്പൻ രൂപ തന്നില്ലേല് ഞാനിത് വിൽക്കും, 3.5 തരം. ജോയിക്കുട്ടി, നീ തീ കൊണ്ട് കളിക്കരുത്. കളിക്കുകയല്ല, കാര്യമായി തന്നെയാ. ജോയിക്കുട്ടി കലി കൊണ്ടു. അപ്പന്റെ പാട് നോക്ക്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആ, അവൻ ചവിട്ടി കുലുക്കി അകത്തേക്ക് നടന്നു. ദൈവത്തെ ഓർത്ത് ആ ആഭരണങ്ങൾ എങ്ങത്താ ചോദിച്ചായ? ആലീസ് അവന്റെ അടുത്തെത്തി യാചിക്കും പോലെ പറഞ്ഞു.
ജോർജ് ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. വാ, മിണ്ടരുത്. ജോയ്ക്കുട്ടി ആട്ടുക മാത്രമല്ല, അവളുടെ കഴുത്തിൽ കുത്തി മുഖം മേൽപോട്ട് ഉയർത്തുകയും ചെയ്തു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, കേട്ടോടി. ഒരുത്തി നിർദ്ദേശിക്കണ്ട, ഭീഷണിപ്പെടുത്തുകയും വേണ്ട. ജോർജ് എന്നാ ചെയ്യുമായിരുന്നു അടി? എന്റെ പൂട പറിക്കുമെന്നോ? ഓടി. ജോയ്ക്കുട്ടി അവളെ പിടിച്ചൊരു തള്ള്. തള്ളിന്റെ ആയത്തിൽ അവൾ ഭിത്തിയിലേക്ക് ശക്തിയായി അടിച്ചു നിന്നു. അവന്റെ മറിഞ്ഞിരുന്ന ഭീകര മുഖത്തിന്റെ ഒരു ഭാഗം അവൾ കാണുകയായിരുന്നു. ഭയത്തോടെ, അതിലേറെ വേദനയോടെ ആ സത്യം അവൾ ഉൾക്കൊള്ളുകയായിരുന്നു. ധരിച്ചിരുന്ന മുഷിഞ്ഞ ഡ്രസ്സ് അഴിച്ചെറിഞ്ഞ് കഴുകി ഉണക്കി ഇസ്തിരിയിട്ട് മടക്കി ആലീസ് സൂക്ഷിച്ചിരുന്ന മുണ്ടും ഷർട്ടും എടുത്ത് ധരിച്ച് അവൻ വന്നതുപോലെ തിരിച്ചിറങ്ങി ഓട്ടോറിക്ഷയിൽ തന്നെ പോവുകയും ചെയ്തു. ആരോടോ ഉള്ള വാശി പോലെ. അരമണിക്കൂർ കഴിഞ്ഞില്ല, കവലയിൽ നിന്നൊരാൾ ഓടിക്കിതച്ചു വന്നു. ജോയ്ക്കുട്ടിയെ പോലീസ് പിടിച്ചു. ആഭരണങ്ങൾ കട്ടെന്ന്. ഇവിടുത്തെ ജോർജാ കേസ് കൊടുത്തെ. ആലീസിന് തല കറങ്ങി. അവൾ മയങ്ങി വീണുപോയി. ആലീസിന് ഒട്ടും സന്തോഷം തോന്നിയില്ല. സന്തോഷിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല. ആ സത്യം അറിഞ്ഞതും 3-4 ദിവസത്തെ പട്ടിണി, മനസ്സിനേറ്റ സങ്കടം, ആഘാതം, ആത്മാവിലെ മുറിവ്, ഒടുവിൽ ജോയ്ക്കുട്ടിയെ പോലീസ് പിടിച്ചെന്ന വാർത്തയും. അതോടെ അവൾ തലകറങ്ങി വീണു. അവറാച്ചനും അക്കാമ്മയും കൂടി വണ്ടി പിടിച്ച് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവളെ പരിശോധിച്ച ഡോക്ടറാണ് പറഞ്ഞത് അവൾ ഗർഭിണിയാണെന്ന്. അവൾ കൊതിച്ചു കൊതിച്ച് കാത്തിരുന്ന ഒരു ദിവ്യ മുഹൂർത്തമായിരുന്നു അത്. പക്ഷേ അതറിഞ്ഞത് വിധി വല്ലാതെ വിളയാടിക്കൊണ്ടിരിക്കവെയാണ്. ആലിസ് എങ്ങനെ സന്തോഷിക്കും? ഡ്രിപ്പ് നൽകിയതോടെ തെളി ക്ഷീണം മാറി. ആലിസ് തന്നെ നിർബന്ധിച്ച് അവിടെ നിന്നും പോന്നു. വീട്ടിൽ എത്തിയതും അവൾ വീണ്ടും കരച്ചിലായി. അപ്പ ജോയിച്ചായൻ. അവനോട് ഞാൻ വരും വരായികൾ പറഞ്ഞതാണ്, കേട്ടില്ല അവൻ. താതോന്നി. 2 ദിവസം അകത്ത് കിടക്കട്ടെ, 4-5 മർമ്മത്ത് കൊള്ളുമ്പോ കുറച്ച് വിവരം വെക്കും, അവറാച്ചൻ കൂസാതെ പറഞ്ഞു. ആലീസിന് വിമ്മി പൊട്ടി കരയാനേ കഴിഞ്ഞുള്ളൂ. ജോയ്ക്കുട്ടിയെ രക്ഷിക്കാൻ ഇനി അവൾ ആരോട് പറയും? അവൾക്കുള്ളവർ നിസ്സഹായരാണ്. ചങ്ങലയിൽ കിടക്കുന്ന അച്ചായൻ, മണ്ണ് ചുമന്ന് കുടുംബം പോറ്റുന്ന അമ്മച്ചി, രോഗിയായ ചേച്ചി, അല്പ വരുമാനത്തിന് വേണ്ടി പുലർച്ചെ മുതൽ സന്ധ്യ വരെ മിഷൻ ചവിട്ടുന്ന റീന. ഈ 4 പേർക്കും ഒന്നും ചെയ്യാനില്ല. എങ്കിലും ജോർജ് പറഞ്ഞതുപോലെ ചെയ്തല്ലോ, അതും സ്വന്തം ചേട്ടനെ. ആലിസിന് വല്ലാതെ വീർപ്പുമുട്ടലുണ്ടായി. നിസാര കാര്യത്തിന് പോലീസിൽ ഏൽപ്പിക്കുക, ആഭരണം തിരിച്ചു കിട്ടുമെന്ന സമാധാനം പോലുമില്ലാതെ ഇങ്ങനെ ചെയ്തല്ലോ. 3 ദിവസം എരുതിയിൽ കിടന്ന് ആലീസ് വെന്തുപടഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് അവറാച്ചൻ പതിയെ ഇറങ്ങിയത്. ഓ, അവറാച്ചനെ കണ്ടതും ഇൻസ്പെക്ടർ പറഞ്ഞു, നിങ്ങൾ പിന്നെയും വന്നു അല്ലേ? പലപ്പോഴും ജോയ്ക്കുട്ടിയെയും ചിലപ്പോ ജോർജിനെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവറാച്ചൻ ഇറക്കിയിട്ടുണ്ട്. അടിപിടി, മദ്യപിച്ച് ഷാപ്പിൽ ബഹളം, പെണ്ണുകേസ്, തമ്മിൽ എപ്പോഴും എന്തിനും മുമ്പിൽ ജോയ്ക്കുട്ടി തന്നെ. ഒന്നും പോരാഞ്ഞിട്ടിപ്പോ മോഷണം തുടങ്ങിയോ നിങ്ങളുടെ മോൻ? ഇൻസ്പെക്ടർ പരിഹസിച്ചു. മോഷ്ടിച്ചതല്ല സാറേ, അവനൊരു അക്കിടി പറ്റിയതാ. നുണകൾ സൃഷ്ടിച്ച് ഒരു കഥയുണ്ടാക്കി പറഞ്ഞു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഇപ്പോഴല്ലേ അറിഞ്ഞത്. അറിഞ്ഞപ്പോഴേ ഓടി വന്നതല്ലേ സാറേ. കഥ കള്ളക്കഥയാണെന്ന് ഇൻസ്പെക്ടർക്ക് അറിയാം. എന്നാലും ജോയ്ക്കുട്ടിയെ വിട്ടു. അവറാച്ചൻ വീട്ടിൽ വന്നു. ആലിസ് 4 പാടും നോക്കി. ജോയ്ക്കുട്ടി ഏത് വഴിയിലൂടെയാണ് വരുന്നത്? ലോക്കപ്പിൽ നിന്ന് ഇറക്കി, അതെന്റെ കടമ. ജന്മം കൊടുത്തു പോയില്ലേ, എവിടെയെങ്കിലും പോയി തോലയട്ടെ. ഇത്തരം മക്കള് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാ, അവറാച്ചൻ പറഞ്ഞു. ആലിസ് വേദനയോടെ നെഞ്ചുപൊത്തി. അവളുടെ കരം മെല്ലെ വയറിന്മേലേക്ക് നീങ്ങി. ഇതിനുള്ളിൽ ഒരു ജീവനുണ്ട്, വളരാൻ വെമ്പുന്ന ജീവൻ. ഈ ജീവന്റെ ഉടമ മരിക്കട്ടെ എന്നോ? പാടില്ല, ജീവിക്കണം, അവൻ ജീവിക്കണം, ആലിസ് കരുതി. ലോക്കപ്പിൽ നിന്ന് വിഷമിച്ചാകും വരുന്നത്. ഒരുപാട് തല്ലുകൊണ്ടോ ആവും. ആലിസ് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്, വന്നാൽ ഉടനെ കുളിപ്പിക്കാം. ജോയിച്ചായന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അവൾ ഒരുക്കിയിട്ടുണ്ട്. ആഹാരം കൊടുക്കണം. എന്നിട്ടൊന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എണീക്കുമ്പോഴേ ഈ സന്തോഷമുള്ള കാര്യം പറയൂ. മനസ്സ് തണുത്തിരിക്കുമ്പോൾ പറയുന്നതാണ് നല്ലത്. അവക്ക് ആഹ്ലാദം തോന്നി. എന്നിട്ട് പറയണം, നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് കഴിഞ്ഞതൊക്കെ മറക്കണം, കഴിഞ്ഞ കാല ജീവിതവും മറക്കണം. ഇനി നമ്മൾ മുന്നോട്ട്, സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ് പുതിയൊരു പാതയിലൂടെ മുന്നോട്ട്. ജോയിച്ചായൻ കേൾക്കാതിരിക്കുക. ആള അപ്പനാകാൻ പോവുകയല്ലേ. ജോയ്ക്കുട്ടി വന്നപ്പോ രാവേറെയായി. ഓട്ടോറിക്ഷ വിറ്റിരിക്കുന്നു. അതുകൊണ്ടാകണം കുറെ പേര് അവനെ മറ്റൊരു ഓട്ടോറിക്ഷയിൽ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് ഇറക്കുകയായിരുന്നു. എടി ആലീസേ! മുറ്റത്ത് നിന്ന് തന്നെ അവൻ ഉറക്കെ വിളിച്ചു. അവൾ ഓടി വന്ന് നോക്കി. അലങ്കോലപ്പെട്ട മുടി, ബട്ടൺസ് സ്ഥാനം തെറ്റിക്കിടക്കുന്ന മുഷിഞ്ഞ ഷർട്ട്, വാരി വലിച്ച് അലക്ഷ്യമായി കുത്തിയൊടുത്തിരിക്കുന്ന മുണ്ട്, വല്ലാതെ മദ്യപിച്ചിരിക്കുന്നു. തറയിൽ ഉറയ്ക്കാത്ത കാലുകളാണ് അവന്. ആലിസ് തറഞ്ഞു നിന്നുപോയി. എടി ആലിസേ! വീണ്ടും വിളിച്ചു.
അവൾ ഇറങ്ങി ചെല്ലാനും ചെല്ലാതിരിക്കാനും വയ്യെന്നായി. ഇവിടെ ഒരു ചെറ്റിയില്ലേ, എല്ലാം ചത്തൊടുങ്ങിയോ? ജോയിക്കുട്ടി കൂവി വിളിച്ചു. അവറാച്ച, പാലത്തുങ്കൽ അവറാച്ച, എന്തിയെ തന്റെ മോൻ? ജോയിക്കുട്ടി കേൾക്കാൻ കൊള്ളാത്ത തെറുകൾ മുറ്റത്തു നിന്ന് വിളിച്ചു കൂവി. എന്തിയെ അവൻ? ആ തെണ്ടിയെ കുത്തി മലർത്തും, എന്നിട്ട് ഇനി ഞാൻ പോലീസിൽ കയറൂ. അവന്റെ പൂത്ത ഒരു സ്വർണം. എടി എന്ത്യാനിച്ചി. പിന്നെ തെറിയാണ്, മോളിയാണ് തെറി കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. നീ സൂക്ഷിച്ചോ, നിന്റെ മറ്റവനെ ഞാൻ കത്തിയിൽ കോർക്കും. നിന്നെ ഞാൻ സുഖിപ്പിക്കത്തില്ലടി നായിന്റെ മോളെ. ആലീസ് ചെവി പൊത്തിപ്പോയി. ജോയിക്കുട്ടി ഇടയ്ക്കൊരു നോട്ടത്തിന് കണ്ടുപിടിച്ചു ആലീസ് വാതിലിന് മറഞ്ഞു നിൽക്കുന്നത്. അവൻ ആടി ആടി വരാന്തയിലെത്തിയിരുന്നു. ആഹാ എടി. അടുത്ത തെറിയ അഭിഷേകം ആലീസിനായിരുന്നു. അവളെ അവൻ ബലമായി പിടിച്ച് വരാന്തയിലേക്ക് ഇറക്കി. നിന്റെ ചെവിക്കകത്ത് എന്തായിരുന്നടി? ഞാനിവിടെ വിളിച്ചു കൂവിയത് കേട്ടില്ലടി മറ്റവളെ. നിന്റെ വായിക്കകത്ത് എന്നായിരുന്നടി? പിന്നെ ചെവി അടക്കം ഒരടിയായിരുന്നു അവൻ. ആലീസ് നിന്ന നിൽപ്പിൽ കറങ്ങിപ്പോയി. അക്കാമ്മയും അവറാച്ചനും വരാന്തയിലേക്ക് ഇറങ്ങി. നിനക്കിത് എന്നാത്തിന്റെ കേടാ ജോയിക്കുട്ടി? അക്കാമ്മ ചോദിച്ചു. അല്ല, ഞാൻ അറിയാഞ്ഞ് ചോദിക്കുക. നീ എന്തിനാ ആ പെണ്ണിന്റെ മെക്കിട്ട് കയറുന്നേ? അങ്ങാടി തോറ്റേന്ന് അമ്മയുടെ നേരെന്ന് പറയുന്ന പോലെ. തള്ളേ. ജോയിക്കുട്ടി അക്കാമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അതിനിടയിൽ അവന്റെ മുണ്ട് അഴിഞ്ഞു വീണു. ഞാൻ എന്റെ പെമ്പിളയാ തല്ലിയത്. തള്ള അകത്ത് പോകാൻ പറഞ്ഞാ പൊക്കോണം. മുണ്ടില്ലാതെ ജട്ടിയും ഷർട്ടുമേ ഉള്ളൂ അവന്. നശിക്കാൻ നേരത്തുണ്ടായ നിനക്കൊക്കെ നല്ല ബുദ്ധി തരാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന എന്നെ തല്ലണം. അക്കാമ അകത്തേക്ക് കയറിപ്പോയി. അതോടെ ഒരു താങ്ങ് നഷ്ടപ്പെട്ടതായി ആലീസിന് തോന്നി. വയറ്റുകണ്ണി ആ പെണ്ണ്, നീ തല്ലിക്കൊല്ല്. അക്കാമ കലിയോടെ അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. ആർക്ക് പാട്? ജോയിക്കുട്ടിയുടെ തലയിലുണ്ടോ അങ്ങനെയുള്ള കാര്യം കയറുന്നു? അവൻ അവറാച്ചിന് നേരെ തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. അല്ല, അപ്പൻ എന്നെ കാണാൻ നിൽക്കുക? അതൊന്നും അറിയണമല്ലോ. നിന്റെ മാർഗംകളി കാണുമല്ലേ? അവറാച്ചൻ പരിഹസിച്ചു. ചുവട് വെക്കുന്നത് പോരടാ മോനെ, കുറെ കൂടെ കള്ളു കയറ്റാൻ മേലായിരുന്നോ? അപ്പം പുളിങ്ങാ വരുത്തൊന്നും പറഞ്ഞു വരണ്ട. കാശും പൊത്തിപ്പിടിച്ചോണ്ടിരിക്കുവല്ലേ? ഇരുന്നോ. തരണ്ട. ഞാനൊരു കാറ് മേടിച്ച് രക്ഷപ്പെടുന്നത് തന്തയ്ക്ക് സഹിക്കല. കാശ് കൂട്ടി വെച്ചോ, ചാകുമ്പോ എല്ലാം കൂടെ കുഴിക്കകത്തേക്ക് ഇട്ട് തന്നേക്കാം. നീ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. തന്തയ്ക്ക് മുമ്പുണ്ടായവനല്ലേ, നീ ചെയ്തില്ലേലേ അത്ഭുതമുള്ളൂ. അവറാച്ചൻ മുറ്റത്തേക്ക് ഇറങ്ങി. ജോയിക്കുട്ടി നോക്കുമ്പോ ആലിസ് വരാന്തയുടെ തൂണിന്മേൽ പിടിച്ചു നിന്ന് കരയുന്നു. അവന് ആ കരച്ചിൽ കണ്ടപ്പോൾ അലിവിന് പകരം അരിശമാണ് വന്നത്. എന്തിനാടി നീ കരയണത്? എടി എന്തിനാണെന്ന്? നിന്റെ തള്ള ചത്തോ? അതോ നിന്റെ തന്ത ചങ്ങലയും പൊട്ടിച്ച് ഓടിയോന്ന്? ജോയിച്ചായ. ആലിസ് കരഞ്ഞു. എന്താണ് ഈ കാട്ടുന്നതൊക്കെ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? നീ മിണ്ടരുത് എടീ, നീ മിണ്ടരുത്. നിനക്ക് മിണ്ടാ അധികാരമില്ല. എടി, നിനക്ക് അധികാരമില്ലെന്നാ ഞാൻ പറഞ്ഞ്. പാലത്തുങ്കല് ജോയിക്കുട്ടി. എടി, നിനക്കറിയോ ജോയിക്കുട്ടി ആരാന്ന്? അറിയാന്നോടീന്ന്. എടി, അറിയാവുന്നോന്ന്. ജോയിക്കുട്ടി വല്ലാത്തൊരു ഭാവത്തിലാണ് നിൽപ്പ്. ജോയിക്കുട്ടി കഴിഞ്ഞൊടിച്ച കാശാ. എടി, കാശുണ്ടാക്കാൻ ജോയിക്കുട്ടി കഴിഞ്ഞുള്ളടി ഈ കരയിലെ ആണുങ്ങള്. അതുപോലെ ചെലവാക്കുമെടി. എനിക്ക് തോന്നിയ പോലെ ചെലവാക്കും. അവൻ ഉണ്ടെടുത്ത് വാരി ചുറ്റിയെടുത്തു. ജോയിച്ചായ, ഇങ്ങനെ ഒന്നും പറയരുത്. കണ്ണീർ തുടച്ചെറിഞ്ഞ് ആലീസ് അവനെ അനുനയിപ്പിക്കാൻ നോക്കി. ജോയിച്ചായ, അകത്തേക്ക് വാ. ഇത്തിരി സമയം കിടന്നാ ഈ കെട്ടുവിടും. ഹാ, ഒറ്റ ആട്ട്. കൊറേ നേരം കിടന്നാ കെട്ടുവിടുമെന്നോ? ആസത്തെ, നീ എന്നെ കള്ളുകുടിയാനാക്കുവാണോടി? എന്നാ നിനക്ക് ബോധിച്ചില്ലേ? നീ ആരാ, രാജകുമാരിയോ? മിണ്ടരുത്. ജോയിക്കുട്ടി കുടിക്കും, കൂട്ടുകൂടി കുടിക്കും. കുടിച്ച് ലക്കുകെടും, വഴി കിടക്കും. ഒരുത്തനും ഒരുത്തിയും ഛേദപ്പെടണ്ട. കാശ് ജോയിക്കുട്ടേടാ, അല്ലാതെ നിന്റെ ഭ്രാന്തൻ തന്ന ആ ചങ്ങലേന്ന് ഇറങ്ങി വന്ന് തന്നതൊന്നും അല്ല. എന്തിനാ എന്റെ അച്ചായനെ പറയുന്നത്? ആലീസിന് ദണ്ഡം തോന്നി. പറഞ്ഞാൽ എന്നാ ചെയ്യുമടി? എടി, എന്നാ ചെയ്യുമെന്ന്? അവൻ അവളോടടുത്തു. ഞാൻ എന്ത് ചെയ്യാനാണ്? സഹികേടോടെ അവൾ പറഞ്ഞു. നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ജോയിച്ചായനെ ദൈവത്തെ പോലെ കരുതി. ഇപ്പോ ജോയിച്ചായന്റെ ഒരു കുഞ്ഞു എന്റെ വയറ്റിലുണ്ട്. ജോയിച്ചായൻ ഇങ്ങനത്തോനാന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയേറെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. നിന്റെ വിധി. ജോയിക്കുട്ടി അവളുടെ കഴുത്തിന് വീണ്ടും കുത്തിപ്പിടിച്ചു. എന്താടി നിന്റെ വിധി? അവൻ പല്ലു ഞെറുമ്പി അവളെ ആ തൂണിനോട് ചേർത്ത് നിർത്തി. പട്ടിണി കടന്ന് കോലം തിരിഞ്ഞിരുന്ന നീ 3 നേരം മൂക്കുമുട്ട തിന്നു കൊഴുത്തതോ?
1-2 ലക്ഷം രൂപ ഏത് പെണ്ണു വീട്ടുകാരും കണ്ണുമടച്ച് തരുമായിരുന്നു. എന്നെ ചക്കാത്തിന് നിനക്ക് കിട്ടിയതോ? നിന്റെ ആ ഉണക്കത്തള്ള പൂങ്കണ്ണീര് കാണിച്ച് എന്നെ കൊണ്ട് ഒന്നും വേണ്ടാന്ന് പറയിച്ചതോ? അതാണോടി നിന്റെ വിധി? ആണോന്ന് ചേറ്റെ പറയടി, ആണോന്ന്? ആലീസ് വിറങ്ങലിച്ചു നിന്നു, ഒരക്ഷരവും പറയാതെ. 10 കാശ് നീ കൊണ്ടിരുന്നെങ്കില് ഒരുത്തന്റെ ഓശരമില്ലാതെ എനിക്കിന്ന് കാറ് മേടിക്കായിരുന്നടി. എല്ലാവരും ചേർന്ന് പറ്റിച്ചു, നീയും പറ്റിച്ചു. അതാ ഒരു കാറ് മേടിക്കാന് ഞാനിന്ന് തെണ്ടുന്നത്, അല്ലേടി? എടി അല്ലേന്ന്. ആലീസിന് ചലനമില്ല, ശബ്ദവുമില്ല. അവൾ കേൾക്കുകയാണ്, വീണ്ടും വീണ്ടും അറിയുകയാണ്. ഓട്ടോറിക്ഷ വിറ്റ് കാറ് വേണം, പണം വേണം. പണം ആരും കൊടുക്കാനില്ല. ജോർജിന്റെ ഭാര്യയ്ക്ക് ധാരാളം സ്വർണമുണ്ട്. ജോർജിന്റെ ഭാര്യ സ്ത്രീധനം കൊണ്ടുവന്നു. ജോർജിന്റെ ഭാര്യ വീട്ടുകാർ പിന്നെയും പാരിതോഷികങ്ങളും കാശും കൊടുക്കുന്നു. ജോയിക്കുട്ടിക്ക് ഇതൊന്നുമില്ല. പണത്തിന് വല്ലാതെ ഞെരുങ്ങുന്നു. അതിനിടയിലാണ് ജോർജ് കേസ് കൊടുത്തതും പോലീസ് പിടിച്ചതും. എല്ലാ ദേഷ്യവും തീർക്കാൻ ജോയിക്കുട്ടിക്ക് ഒരേ ഒരാൾ മാത്രം, ആലിസ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്താടി മിണ്ടാത്തത്? എടി, എന്താ മിണ്ടാത്തതെന്ന്? എന്റെ കഴുത്തിലും കാതിലുള്ള ആഭരണങ്ങളെല്ലാം എടുത്തു ചോദിച്ചായും വിറ്റോ? കാർ വാങ്ങാൻ അതുപോരെ? അവൾ ഒരു മാർഗം കണ്ടതുപോലെ ചോദിച്ചു. ഹാ, വീണ്ടും മാട്ട്. അതിന് നിന്റെ ഓശാര ആർക്കാടി വേണ്ടത്? അത് ഞാൻ തന്നെ നിനക്ക് കല്യാണത്തിന് മുമ്പ് അണിയിച്ചിട്ട ആഭരണങ്ങളല്ലേ? അതെടുത്ത് വിൽക്കാൻ എനിക്ക് നിന്റെ അനുവാദം വേണോടി പുല്ലേ? ആലിസ് വിളറിപ്പോയി. 5 പവന്റെ ആഭരണം അവൻ തന്നു എന്നത് ശരിയാണ് കല്യാണത്തിന് മുമ്പ്. പക്ഷെ റീനയുടെയും അമ്മച്ചിയുടെയും വിയർപ്പിന്റെ ഫലം പോലും ജോയിച്ചായൻ അവകാശപ്പെടുകയാണോ? അതും എല്ലാവരും കേൾക്കെ, മൂളി പോലും. ജോയിക്കുട്ടി ഒരു നിമിഷം എന്തോ ആലോചിച്ചു നിന്നു. പിന്നെ പറഞ്ഞു, നീ വേഗം പോയി വേഷം മാറി വാ. എന്തിന്? ചോദ്യം വേണ്ട, അനുസരിച്ചാ മതി. വേഷം മാറി നല്ല സാരി ഉടുക്കാൻ പറഞ്ഞാ അത് ഉടുത്തു വരണം. ഓടിയാത്ത്. ആലീസ് അങ്കലാപ്പോടെ അകത്തേക്ക് കയറി. എന്താണ് അവന്റെ ഭാവമെന്ന് അവൾക്ക് ഒട്ടും പിടികിട്ടിയില്ല. പെട്ടെന്ന് അവൾ ഒരു നല്ല സാരി ഉടുത്ത് തിരിച്ചെത്തി. ഇറങ്ങിക്കോ, ജോയിക്കുട്ടി കൽപ്പിച്ചു. അവൾ അമ്പരന്ന് നോക്കി. ഇങ്ങോട്ടെന്ന്? നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് 11 സെന്റ് സ്ഥലത്തിന്റെയും കൂരയുടെയും പകുതി നിനക്കുള്ളതാണെന്ന്. അത് വിറ്റ് കാശും കൊണ്ട് വന്നാ മതി. എന്നിട്ട് വേണം കാറ് മേടിക്കാൻ. ഇല്ല, വിഹ്വലായി ആലീസ് നിലവിളിച്ചു. ഇല്ല, ഞാൻ പോകത്തില്ല. ഇല്ലേ, ഇല്ലേ? ഇല്ല, ഉറച്ച സ്വരം അവൾക്ക്. കൊല്ലും ഞാൻ, കൊല്ലും. പറഞ്ഞതും കാലുയർത്തി ഒറ്റത്തൊഴി. ആലീസ് നിന്ന നിൽപ്പിൽ ഒന്ന് കറങ്ങി, പിന്നെ താഴെ വീണു. അയ്യോ, അവൾ നിലവിളിച്ചു. മിണ്ടരുത്, എടി മിണ്ടരുത്. ജോയിക്കുട്ടി അവളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. നീ പോകുകയല്ലേ? കൊല്ലും, കൊല്ലും ഞാൻ. ജോയിക്കുട്ടിയെ നിനക്ക് ശരിക്കും അറിയത്തില്ല, കൊല്ലും ഞാൻ. സംഹാരരുദ്രനായി നിന്നവൻ മുക്രയിട്ടു. സഹാനുഭൂതി കൊണ്ടോ സൗന്ദര്യം മാത്രം നോക്കിയിട്ടോ ഒന്നുമായിരുന്നില്ല ജോയിക്കുട്ടി ആലീസിനെ കെട്ടിയത്. പാലത്തുങ്കിലെ ആൺപിള്ളേർക്ക് പെണ്ണു കൊടുക്കാൻ പലരും അടിച്ചതുകൊണ്ടാണ്. രണ്ടും മോശം. തമ്മിലേറെ മോശം ജോയിക്കുട്ടിയാണ്. അവൻ നാക്കെടുത്താൽ നല്ലത് പറയില്ല. എന്തിലും കയറി ഇടപെടും. കൂട്ടുകൂടി ഷാപ്പിൽ കയറി കള്ളു കുടിക്കും. തെറിപ്പാട്ട് പാടി നടക്കും. വാക്കേറ്റം മൂത്ത് ഷാപ്പിൽ വെച്ച് തന്നെ കയ്യേറ്റം നടന്നിട്ടുണ്ട്. കള്ളു കുടിച്ച് ലക്കുകെട്ട് പെണ്ണുങ്ങളെ കമന്റ് അടിക്കുകയും കയറി പിടിക്കുകയും തല്ലുകൊള്ളുകയും ലോക്കപ്പിൽ കയറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജോർജ് മോശമല്ല. പെട്ടൊന്ന് മുറി രണ്ട് എന്ന സ്വഭാവം. അടിപിടിയും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലോക്കപ്പിലും കയറിയിട്ടുണ്ട്. പക്ഷേ ജോയിക്കുട്ടിയുടെ അത്രയ്ക്ക് മോശമായ സ്വഭാവങ്ങളില്ല അവന്. അവനെ കൊണ്ട് ഇത്തിരി നുണകൾ ഇടക്കാരം പറഞ്ഞിട്ടുണ്ടെങ്കിലും ജോയിക്കുട്ടിയുടെ അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല ജോർജിന് പെണ്ണ് കെട്ടാൻ. ജോയിക്കുട്ടിയുടെ ആലോചനകളാണ് മുടങ്ങിയിരുന്നതും. പെണ്ണ് നിങ്ങൾക്ക് അധികം പറ്റാണെങ്കിൽ കഴുത്തിൽ കല്ലും കെട്ടി വല്ല കയത്തിലും താത്തോളി. അതാണ് ഇവന്റെ കൂടെ വിടുന്നതിലും നല്ലത്, നാട്ടുകാർ പറഞ്ഞു. പക്ഷെ ഒരു പെണ്ണ് കിട്ടിയ എന്റെ ജോയിക്കുട്ടി മിടുക്കനാവും, എല്ലാ ദുസ്വഭാവവും മാറും, അക്കാമ പലരോടും പറഞ്ഞു. പക്ഷെ ഒരു പെണ്ണ് കിട്ടണ്ടേ? ജോയിക്കുട്ടിക്ക് പ്രായമേറുന്നത് കണ്ടപ്പോ അക്കാമ ഒരിക്കൽ പറഞ്ഞു, പൊന്നും പണം ഒന്നും നോക്കണ്ട, ഒന്നിന്റെ കൈ പിടിച്ചെങ്കിലും നീ കൊണ്ടുവാ. പണിത് എന്റെ നടുവൊടിഞ്ഞു. കയ്യെ പിടിച്ചു കൊണ്ടുവരാൻ നറുക്ക് വീണതോ പാവം ആലിസിന്. അവളെ അന്ന് ഓട്ടോറിക്ഷയിൽ വെച്ച് ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ, അവളിൽ ആശ തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നല്ല തുക വാങ്ങി ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടാമായിരുന്നു എന്നവൻ പ്രത്യാശിക്കുന്നുണ്ടോ? അത് പക്ഷെ ആലീസിന്റെ കുറ്റമാണോ? അത് വിധിയായിരുന്നു. ജോയിക്കുട്ടിയുടെ വാരിയെല്ലിന് സൃഷ്ടിക്കപ്പെട്ട പെണ്ണ് ആലീസ് ആകുന്നു. അതുകൊണ്ടാണ് എന്തൊക്കെ പോരായ്മ ഉണ്ടായിട്ടും അവൻ ആലീസിനെ തന്നെ കെട്ടിയത്. ദൈവത്താൽ അവനോട് ചേർക്കപ്പെട്ടവളാണ് ആലീസ്. ഇനി അവളെ വേർപെടുത്താൻ അവന് കഴിയുമോ? ഇല്ല, കഴിയില്ല. എന്തിനു വേണ്ടിയാണെങ്കിലും
ഒരു ഉപേക്ഷിക്കപ്പെടലിന് ആലീസ് വഴിപ്പെടില്ല. അങ്ങനെ സംഭവിച്ചാൽ അവൾ വീട്ടിലേക്കില്ല. പകരം ഒരു മുഴം കയറിൽ ജീവൻ ഒടുക്കും. അതല്ലാതെ അവൾക്ക് മറ്റെന്ത് വഴി? വീട്ടിലേക്ക് ചെന്നാൽ പൊന്നോ പണമോ ഇനി കിട്ടുമോ? ഉണ്ടായിരുന്നത് തൂത്തുപെറുക്കിയും കടം വാങ്ങിയുമാണ് അവളെ ഭർത്തുമതിയാക്കിയത്. ഇനി കുറ്റിക്കാട്ടുള്ളവരെ ഇടിച്ചു പിഴിഞ്ഞാലും നയാ പൈസ കിട്ടില്ല, അതുറപ്പ്. അച്ചായനെ പൂട്ടിയിട്ട ചങ്ങല ഇരുമ്പാണ്, സ്വർണമല്ല. അമ്മച്ചി ചുമക്കുന്നത് മണ്ണാണ്, സ്വർണമല്ല. റീന തയ്ച്ചാലും സ്വർണം കിട്ടില്ല. പിന്നെ എന്ത് വഴി? ആ 11 സെന്റും കൂരയും വിൽക്കാൻ. ആലീസിന് അത് അവിടെ പറയാൻ കഴിയുമോ? ജോയിക്കുട്ടി അന്ത്യശാസനം നൽകി ഇറങ്ങിപ്പോയിരിക്കുന്നു. എത്ര പെട്ടെന്നായിരുന്നു അവനിലെ മാറ്റങ്ങൾ! പൊയ്മുഖത്തിന്റെ മറ പെട്ടെന്ന് നീങ്ങിയതുപോലെ. അയൽക്കാർ അബഹളങ്ങൾ കേട്ട് എത്തി നോക്കി. അവിടെ നിന്നതേയുള്ളൂ. അവരാരും എവിടേക്ക് വരില്ലെന്നും അവൾ അറിഞ്ഞു. നെഞ്ഞ് നീറിപ്പുകയാണ്. മനസ്സിൽ എന്തായിരുന്നു അവക്ക്? വെറുപ്പോ അതോ തകർച്ചയോ? ആലീസ് അകത്തേക്ക് വലിഞ്ഞു. മെല്ലെ അടുക്കളയിലേക്ക് ചെന്നു. അടികൊണ്ട് വല്ലാതെ തളർന്നിട്ടുണ്ട്. എന്നാലും പോയി കിടക്കാൻ വയ്യ. അടുക്കള വരാന്തയിൽ അക്കാമയുണ്ട്, താടിക്ക് കൈയും കൊടുത്ത്. ആലീസിനെ കണ്ടപാടെ അക്കാമ ചോദിച്ചു, കൊള്ളാം, നീയും നിന്റെ വീട്ടുകാരും നല്ല പാർട്ടികളാണല്ലോടി. പൊട്ടും പൊടിയൊക്കെ പെണ്ണിനിട്ട് തരാമെന്ന് നിന്റെ തള്ള എന്ന് പറഞ്ഞത് എന്റെ ചെറുക്കനെ കണ്ടിട്ടായിരുന്നു അല്ലേ? 10-25,000 രൂപ അവന്റെ ഉണ്ടായിരുന്നത് അപ്പടി നിങ്ങൾ മേടിച്ചെടുത്തു അല്ലയോ? ഇപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത്? ചെറുക്കൻ തുള്ളി അലറിയത് ചുമ്മാതാണോ? അമ്മച്ചി, ആലീസ് ദയനീയമായി വിളിച്ചു. ജോയിച്ചായൻ പറഞ്ഞത് മുഴുവൻ ശരിയല്ല അമ്മച്ചി. ആഹാ, ശരിയല്ലാത്തത് പിന്നെ ഏതാ? കള്ളക്കൂട്ടങ്ങൾ കള്ളത്തരമേ പറയൂ. നീ ഇത്തിരി ചൊവ്വുള്ളതാണെന്ന് ഞാൻ കരുതി. പക്ഷെ നീ ഇത്ര കേമിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് പോലും ഇത്രയും നാളായിട്ട് നീ പറഞ്ഞില്ലല്ലോ. നിന്നെയൊക്കെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? നീ എല്ലാം മേടിച്ചെടുത്തപ്പോ ഓർക്കണായിരുന്നു. ഇനിയിപ്പോ 2 തല്ലു കൊണ്ടാലും ഒട്ടും നഷ്ടമില്ലല്ലോ. ചക്കാത്തിന് നല്ലൊരു ചെറുക്കനെ കിട്ടിയില്ലേ? അക്കാമ വെറുപ്പോടെ തന്നെ പറഞ്ഞു. ആലീസിന് നെഞ്ചു പൊട്ടി കരയാനേ കഴിഞ്ഞുള്ളൂ. കള്ളികളുടെ ലക്ഷണമാ ഈ കരച്ചില്. അടവും സൂത്രവും ഒന്നും എന്റെ അടുത്ത് അങ്ങനെ ഏറെ ചെലവാകത്തില്ല, അക്കാമ തീർത്തു പറഞ്ഞു. എന്നേലും സത്യം ഞാൻ ആലീസ് അറിഞ്ഞു തനിക്കിവിടെ ഉണ്ടായിരുന്ന എല്ലാ അഭയവും ഇതോടെ തീർന്നിരിക്കുന്നുവെന്ന്. ഇവിടെ ഈ വീട്ടിലുള്ളവർ മാത്രമല്ല, ഈ നാട്ടിലുള്ളവരും തന്നെ കുറ്റക്കാരിയായി ചിത്രീകരിക്കുന്നു, വിമർശിക്കുന്നു, കുരിശിൽ തറയ്ക്കുന്നു. ഇനിയൊരു അഭയം എവിടെ? ആരാണൊരു ആശ്വാസം? അടുക്കളയിലേക്ക് വന്ന മോളിയുടെ മുഖം ആലീസ് കണ്ടു. ക്രൂഢമായ ചിരി ആ മുഖത്ത്. ആലീസ് തറ പറ്റിയതിലുള്ള സംതൃപ്തമായ ചിരി. ഇതിലധികം ഇനി എന്ത് വേണം മോളിക്ക് ആശ്വസിക്കാൻ? ഇത് മോളിയുടെ വിജയദിനമാണ്. സൗന്ദര്യറാണിയായ ചേടത്തിയുടെ തലയും മുഖവും ചേറിൽ പൂണ്ടു കിടക്കുന്നത് കണ്ടെത്തിയ ദിവസം. മോളിക്ക് ഉറക്കെ ചിരിക്കാനാണ് തോന്നിയത്. സന്ധ്യ വന്നു. പ്രപഞ്ചം ഇരുളിന്റെ കൈപ്പിടിയിൽ അമർന്നു. ആദ്യമായി ആലീസിന് ഇരുട്ടിന് ഭയമില്ലാതായി. അവൾ മുറ്റത്തിറങ്ങി വെറുതെ നിന്നു. ചുറ്റും അന്ധകാരം. അവളുടെ മനസ്സിലും ഇരുട്ട് കട്ടിയായി കുടിയേറിയിരിക്കുന്നു. അമാവാസിയാണോ? ആകാശത്ത് കാർമേഘങ്ങളുണ്ടോ ഇരുമ്പി പെയ്യാൻ? ഒരു കുഞ്ഞു നക്ഷത്രം പോലും കാണാനില്ല. ഒരു തിരിവെളിച്ചത്തിന്റെ ബിന്ദു പോലും എങ്ങുമില്ലല്ലോ. രാത്രിയിൽ അവളെ ആരും ആഹാരം കഴിക്കാൻ വിളിച്ചില്ല. വാടി പെണ്ണെ, വല്ലോം കഴിച്ചിട്ട് കയറി കിടക്ക്. അവനെ നോക്കിയിരുന്ന് കണ്ണു കഴിക്കണ്ട. വരുമ്പോ വരട്ടെ. അവനൊക്കെ തോന്നിയാസിയായ വളർന്നത്. ജോയിക്കുട്ടി വരാൻ വൈകുന്ന രാത്രികളിൽ അക്കാമ്മ അവളോട് പറയാറുണ്ട്. അവൻ കൂട്ടുകൂടി ഷാപ്പിലിരുന്ന് വീര്യസം പറയുകയോ പണം വെച്ച് ചീട്ട് കളിക്കുകയോ ഒക്കെ ആവാം. എന്നാലും അവക്ക് എങ്ങനെ ആഹാരം കഴിച്ചു കിടക്കാൻ കഴിയും? എത്ര വൈകിയാലും അവൻ വന്ന് കഴിച്ച ശേഷമേ അവൾ കഴിക്കൂ. അവൾ കണ്ടു ശീലിച്ചത് അങ്ങനെയാണ്. ചങ്ങലയിലാണെങ്കിലും അച്ചായന് ആഹാരം കൊടുത്തിട്ടേ അമ്മച്ചി കഴിക്കുന്നത് അവൾ കണ്ടിട്ടുള്ളൂ. അതവൾ അക്കാമയോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും അക്കാമ എന്നും അവളെ വിളിക്കും, നിർബന്ധിക്കും. പിന്നെ തനിക്കുള്ളത് കഴിച്ചിട്ട് പോയി കിടക്കുകയും ചെയ്യും. ഇന്ന് പക്ഷെ അങ്ങനെ വിളിച്ചില്ല, നിർബന്ധിച്ചില്ല. അത് സഹിക്കാം. പക്ഷെ പറഞ്ഞതോ, വേണ്ടിയൊരു തന്നെ കഴിച്ചോളും, ആർക്ക് പാട്? ആലീസിന് നെഞ്ചു മുട്ടിത്തിരിഞ്ഞു. ഇവിടെ താൻ ഒറ്റപ്പെടുന്നു, വല്ലാതെ ഒറ്റപ്പെടുന്നു. ആലീസ് മുറ്റത്തു തന്നെ നിന്നു. ജോയ്ക്കുട്ടി വരാൻ വേണ്ടിയാണ് അവൾ നിൽക്കുന്നത്. അവൻ അവളെ തല്ലി, ചീത്ത പറഞ്ഞു, തൊഴിച്ചു, ഊക്കോടെ ചവിട്ടി. എന്നാലും അവൾക്ക് അവനെ കാത്തു നിൽക്കാതെ വയ്യ. അവൾ അങ്ങനെ ആയിപ്പോയി. അവനെ ഭയത്തോടെ അനുസരിക്കാൻ മാത്രം പഠിച്ചവൾ. ആ തണ്ടി എവിടെയും പോയി തൊലയട്ടെ, എന്നാലേ ഈ കുടുംബത്ത് ഗതിയുണ്ടാകൂ. ആരോടൊന്നില്ലാതെ അകത്ത് ജോർജ് അമർഷം കൊണ്ട് തുള്ളുന്നു. ഈ തന്തയാ എല്ലാത്തിനും സൈഡ്. ഞാൻ അവനെ ലോക്കപ്പിൽ കയറ്റിയതാ. ഒരാഴ്ച അവിടെ കിടന്നിരുന്നെങ്കില് അവൻ മര്യാദ പഠിച്ചേനെ. ചെന്നിരിക്കുന്നു കാശും പൊതിഞ്ഞു കിട്ടി കള്ളക്കഥയായിട്ട്. നോക്കിക്കോ, ജയിലിൽ പോയാലും വേണ്ടൂല, അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടാ. ആരും മിണ്ടുന്നില്ല.
ആർക്കും മറുപടിയുമില്ല. ഞാൻ കടയിലിരുന്ന് വച്ചട് വെച്ചട് കയറിയപ്പോ അവന് വല്ലാത്ത ചൊറിച്ചിലായിരുന്നു. അപ്പന്റെ മുമ്പിൽ കിടന്ന് അവൻ തുള്ളി. അപ്പൻ ഓട്ടോ മേടിച്ച് അവന്റെ നെഞ്ചത്ത് വെച്ചു. ഇപ്പൊ എന്തിയ ഓട്ടോ? 1 വർഷം തികച്ചവൻ ഓടിച്ചോ? വിറ്റു തൊലച്ചു. എന്നിട്ടോ ആ കാശ് കൂട്ടും കൂടി ഷാപ്പിലിരുന്നവൻ കുടിച്ചു മുള്ളുകയാ. അപ്പനറിയാവോ? ആലിസ് ഞെട്ടി. കുടിച്ചും കട്ടും അടിപിടിയും നടന്നിരുന്ന മക്കൾ നന്നാകാൻ വേണ്ടി അപ്പൻ ഓരോ ചുമതല ഏൽപ്പിച്ചതാണ്. ജോർജ് കടയിലിരിക്കാൻ തുടങ്ങിയതോടെ 3/4 തല്ലിപ്പൊള്ളിത്തരവും നീങ്ങി. ജോയിക്കുട്ടിക്ക് കട വേണ്ട, ഡ്രൈവിംഗ് അറിയാം, ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. ജോയിക്കുട്ടിക്ക് പക്ഷെ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നതാണ് അപ്പന്റെ സങ്കടം. ഇപ്പൊ കേട്ടതോ? ആലീസ് ആകെ തളർന്നു. ഓട്ടോ വിറ്റ പണം കള്ളു കുടിച്ച് കളയുന്നു എന്ന്. അപ്പോ എങ്ങനെ കാർ വാങ്ങും? എങ്ങനെ ജീവിക്കും? അവക്ക് തല കറങ്ങി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.